നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. മതം തലയ്ക്കു പിടിച്ച ആൾക്കൂട്ടത്തിൻ്റെ സമ്മർദ്ദത്തിന് പോലീസ് വഴങ്ങുക, നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തുമടക്കമുള്ള അതീവ ഗൗരവമുള്ള വകുപ്പുകൾ ചേർത്ത് കന്യാസ്ത്രീകൾക്കെതിരെ കേസെടുക്കുക, അറസ്റ്റ് ചെയ്ത് ജയിലിലിടുക, ഒടുവിൽ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുമ്പോൾ സ്വീകരിക്കാനായി ജയിലിന് മുന്നിലേക്ക് പോവുക, ഞങ്ങൾ ഇടപെട്ട് ജാമ്യം കൊടുത്തുവെന്ന് വീമ്പ് പറയുക. ആരെക്കുറിച്ചാണിതെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടി. 9 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷമായിരുന്നു ജാമ്യം. ജാമ്യം കിട്ടിയതിന് പിന്നാലെ തന്നെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രത്തെ പോലെ അത് ഞങ്ങൾ ഇടപെട്ടതുകൊണ്ടാണ് കിട്ടിയതെന്ന് വീമ്പ് പറയുകയാണ്. അപ്പോൾ പിടിച്ചകത്തിട്ടതാര് എന്നൊന്നും ചോദിക്കരുത്. പിടിച്ചകത്തിട്ടവർ മാത്രമല്ല, കേരളത്തിലെ സർവ്വ പാർട്ടി നേതാക്കളും ഛത്തീസ്ഗഡിൽ കോടതിക്ക് മുന്നിലും ജയിലിന് മുന്നിലും എത്തി. ജാമ്യം അനുവദിച്ച വാർത്ത വന്നതിന് പിന്നാലെ കന്യാസ്ത്രീകളുടെ ബന്ധുക്കളെ ചേർത്ത് പിടിച്ച് ചാനൽ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാൻ മത്സരമായിരുന്നു പല നേതാക്കളും. എന്തായാലും ഒടുവിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടാനും പുറത്തിറങ്ങാനുമുള്ള അവസരമൊരുങ്ങി. അവർ ജയിൽ മോചിതരായി. ജാമ്യത്തിൻ്റെ ക്രെഡിറ്റിനായുള്ള മത്സരം രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങിക്കഴിഞ്ഞു. ശരിക്കും ഇതിൽ ക്രെഡിറ്റ് ആർക്കാണ്? ആർക്കാവും ഇത് തിരിച്ചടിയാവുക? ആർക്കാവും ഇത് നേട്ടമാവുക? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി പരിശോധിക്കുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. തലശ്ശേരിയിൽ നിന്നും ദിവാകരനാണ് ആദ്യ പ്രേക്ഷകനെ എത്തുന്നത്. ശ്രീ ദിവാകരൻ, 9 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം ഇന്നിപ്പോൾ 2 മലയാളി കന്യാസ്ത്രീകൾക്കും ജാമ്യം കിട്ടിയിരിക്കുകയാണ്. ഈ ജാമ്യം കിട്ടിയതിന് പിന്നാലെ തന്നെ ഈ ജയിലിന് മുന്നിലും കോടതിക്ക് മുന്നിലുമൊക്കെ പല നാടകങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പുമൊക്കെ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഈ ക്രെഡിറ്റിനായിട്ടുള്ള ഒരു മത്സരമാണ്. ആരാണ് ജാമ്യം മേടിച്ച് പുറത്തിറക്കാൻ സഹായിച്ചത് എന്നുള്ളൊരു മത്സരമാണ് നടക്കുന്നത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഗോഡ് സീസ് ട്രൂത്ത് ബട്ട് വെയിറ്റ്സ്. പക്ഷേ സഡൻലി തന്നെ സംഭവിച്ചിന്, സത്യം തെളിഞ്ഞിന്. പിന്നെ ജീവിതം തന്നെ മറന്ന് സദാസമയം ജാതി ഭേദമന്യേ കയ്യും മെയ്യും മറന്ന് ശുശ്രൂഷയിൽ ഏർപ്പെട്ട ഈ പാപം കന്യാസ്ത്രീകൾ അകാരണമായി അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് മാനസികമായി ശാരീരം വേദനിപ്പിച്ച കൊടുങ്കാട്ടിൽ മൃഗങ്ങൾ വരെ ചെയ്യാൻ മഹാദ്രോഹം ചെയ്ത് ഈ ബജരംഗ് ദൾ എന്ന ഭീകര സംഘടനയും ആ റെയിൽവേ ടിക്കറ്റ് എക്സാമിനറെയും ആദ്യം ജയിലിട്ടുണ്ട്. ആദ്യം ജനകീയ കോർട്ട് ശിക്ഷ കൊടുക്കണ്ട. ഇനിയും മറ്റുള്ള നിരപരാധികൾക്ക് ഇങ്ങനെ ബഹുമാനപ്പെട്ട നീതിന്യായ കോടതി ഇനിയെങ്കിലും പിന്നെ ദയവ് ചെയ്ത് ജനകീയ കോടതി, അതായത് മോർ ആൻഡ് മോർ പിന്നെ ഇന്ത്യയിലും ഔട്ട് ഓഫ് പിന്നെ ഫോറിൻ കൺട്രീസിലെയും മറ്റുള്ള നല്ലവരായ മനുഷ്യ ജാതി മന്ത്രിയും മൺകാശ് മൺകോട് പുറമേന്നല്ല മനുഷ്യൻ. ശ്രീ ദിവാകരൻ, ഫാദർ സാമുവലാണ് കോഴിക്കോട് നിന്ന് വിളിക്കുന്നത്. ഫാദർ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഒരു ഭാഗത്ത് കന്യാസ്ത്രീകളെ ജയിലിലടയ്ക്കുന്നു, അതിനുശേഷം അവരുടെ മോചനം സാധ്യമാകുമ്പോൾ ആ ക്രെഡിറ്റിന് വേണ്ടിയൊക്കെ മത്സരിക്കുകയാണെന്ന് ജയിലിന് മുന്നിലും കോടതിക്ക് മുന്നിലും ഒക്കെ താങ്കൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്കൾക്ക് ഇതിൽ എന്താണ് പറയാനുള്ളത്? ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഞാൻ 3-4 ദിവസമായി ട്രെയിൻ നിന്നപ്പോ ഒന്ന് കിട്ടിയത്. ഓക്കെ, ശരി. ഇന്നലെയൊക്കെ സംസാരിക്കണമെന്ന് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ശരി, ഈ വിഷയം സംസാരിക്കാൻ താല്പര്യമുള്ള വിഷയം തന്നെയാണല്ലോ. ഇപ്പോഴ് ഈ 2 കന്യാസ്ത്രീകൾക്ക് ദൈവത്തിലുള്ള അവരുടെ വിശ്വാസം ഉറപ്പിക്കാനുള്ള ഒരു അവസരമായിരുന്നു അത്. അതാ ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ദൈവത്തിലുള്ള അവരുടെ വിശ്വാസം അവർ ഉറപ്പിച്ചു. ഒന്നത്. രണ്ടാമത്, ആശ്വാസം ആർക്കാണ്? ഇപ്രകാരം പ്രയാസം അനുഭവിക്കുന്ന എല്ലാ ക്രിസ്ത്യാനികൾക്കും ഉള്ള ഒരു ആശ്വാസമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇതുകൊണ്ട് തീർന്നില്ല, ഇതൊരു പരമ്പരയാണ്. വടക്കേ ഇന്ത്യയിൽ എത്രയോ പേർ പ്രകാരം പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ചെയ്യേണ്ടത് സഭാ നേതൃത്വത്തിലുള്ള തിരുമേനിമാർ പോയി പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ തക്കവണ്ണം ഉള്ളൊരു ശ്രമം അവർ നടത്തണം, തീവ്രമായിട്ടുള്ളൊരു ശ്രമം. എന്നാൽ മാത്രമേ ഇത് ആശ്വാസമായി തീരുകയുള്ളൂ. ഇതിപ്പോ താൽക്കാലികമായ ആശ്വാസം മാത്രമേ ഉള്ളൂ. ഇനി ഇതിന്റെ കേസൊക്കെ നടക്കും, ഇനി എന്താ വരിക എന്ന് പറയാൻ പറ്റില്ല. എന്നാലും അവർക്ക് തീർച്ചയായിട്ടും അവരുടെ കുടുംബത്തിനും ഇത് ആശ്വാസമായി തീർന്നു. ദൈവത്തിലുള്ള ഒരു വിശ്വാസം ഉറപ്പിക്കാനുള്ള ഒരു അവസരമായി തീർന്നു. ഓക്കെ, ശരി. ശ്രീ ഫാദർ സാമുവലാണ് നമ്മളോട് സംസാരിച്ചത്. ഇടയം മുരളിയാണ് നമുക്കൊപ്പം ചേർന്നത്. ശ്രീ ഇടയം മുരളി, താങ്കൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ അറസ്റ്റിനെയും ഒടുവിൽ ജാമ്യം കിട്ടിയ ശേഷം ക്രെഡിറ്റിനായുള്ള മത്സരത്തെയും ഒക്കെ കാണുന്നത്?
സാറേ നമസ്കാരം. നമസ്കാരം. ആരോപണത്തിന്റെ പേരിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതില് നാഷണൽ ജനതാദളിന്റെ പ്രതിഷേധം ഒരിക്കൽ കൂടി അറിയിക്കട്ടെ. ശരി, ഓക്കെ. അപ്പോ BJPയുടെ വർഗീയ കളി ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ്. BJPക്കാര് കേന്ദ്രത്തിൽ ഇരുന്ന BJPയുടെ ഭരണാധികാരികൾ ഇതേപോലെ വർഗീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും അവരതിനകത്ത് പങ്കില്ല എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇവിടുത്തെ BJPയുടെ ഘടകം ഇവർക്ക് അനുകൂലമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ ഈ BJPക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഈ ജീൻവാൽജീന്റെ കഥ അവരൊന്ന് ഓർക്കണം. ജീൻവാൽജീന്റെ വിശപ്പിന് വേണ്ടി റൊട്ടിക്കഷ്ണം മോട്ടിക്കുന്ന ജീൻവാൽജീന്റെ കഥ സാറിന് ഓർമ്മയുണ്ടല്ലോ, അറിയാമല്ലോ. അല്ല, അതുമായി ബന്ധമെന്ന് പറഞ്ഞാൽ ഈ ജീൻവാൽജീനല്ലയോ ഈ ഒരു ഒരു വിളക്ക് മോഷ്ടിച്ചുകൊണ്ട് പോവുകയും പോലീസുകാരെ തിരിച്ചു പിടിച്ച് പള്ളി തിരുമേനിയുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോ ഈ മോഷണം അതും ഇതുമായി എങ്ങനെയാണ് അത് അത്തരത്തിലൊരു മോഷണം നടത്തിയ മോഷണത്തോടുള്ള ക്ഷമ എന്നുള്ളതല്ല, അതും ഇത് ഒരു കേസെടുത്ത് ഇങ്ങനെ ഒരു കേസെടുക്കുന്നതുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് എനിക്ക് മനസ്സിലായില്ല. ശരി, ഓക്കെ. ശ്രീ ഇടയ മുരളിയാണ് സംസാരിച്ചത്. ശ്രീ പ്രസന്നനാണ് മാളയിൽ നിന്നും. ശ്രീ പ്രസന്നൻ, താങ്കൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ ജാമ്യത്തെയും ആ ജാമ്യത്തെ തുടർന്നുള്ള അവകാശവാദങ്ങളെയും ഒക്കെ കാണുന്നത്? നമസ്കാരമുണ്ട് സാർ. നമസ്കാരം. എന്തായാലും ഒരു നല്ല ഒരു റിസൾട്ട്, അതായത് അറസ്റ്റിലായി അതിന്റെ നൂലാമാലകളൊക്കെ കഴിഞ്ഞ് സിസ്റ്റർമാര് പുറത്തു വന്നൊരു അതിയായ സന്തോഷമുണ്ട്. പിന്നെ ക്രെഡിറ്റ് എന്ന് പറയുന്ന സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഈ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അവരവരുടേതായ ആംഗിളിലൂടെ നോക്കി അവരവർക്ക് ഗുണം കിട്ടാവുന്ന രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യും. അത് സ്വാഭാവികമാണ്. നമ്മുടെ നാട്ടിലെ എല്ലാ വിഷയത്തിലും ഏകദേശം രാഷ്ട്രീയ പാർട്ടികൾ ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നതിന്റെ മെയിൻ സംഗതി അങ്ങനെയാണ്. ഇങ്ങനെ ജനങ്ങളെ ആകർഷിക്കാൻ പറ്റും, ഞങ്ങളും ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ഇത് ഉണ്ടെങ്കിൽ തന്നെ, അതായത് ഇവരറിഞ്ഞ ഉടനെ ഏറ്റവും ആദ്യം നമ്മുടെ കേരളത്തിന്റെ BJPയുടെ ജനറൽ സെക്രട്ടറിനെ സംഘത്തിനെയും ഇവിടുന്ന് പറഞ്ഞയച്ച അവിടെ മുഖ്യമന്ത്രിയായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ BJPയുടെ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഒരു വളരെ വലിയൊരു സ്ഥാനത്തിരിക്കുന്ന ആളാണ് ഈ വിഷയത്തിൽ. കാരണത്തിന് ഒന്നാമത്തേത് ഈ പോയ വ്യക്തി ഡൽഹിയിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളാണ്. പിന്നെ അങ്ങനെയാണ് ഒരു MP എന്ന നിലയിൽ ഉപരിയായിട്ടൊരു സ്ഥാനം ഉണ്ടല്ലോ അങ്ങനെയൊക്കെ. അപ്പൊ ഉണ്ടായിട്ടുണ്ട്, എല്ലാവരും പ്രവർത്തിച്ചിട്ടുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്, സമരം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ കാരണം കൊണ്ടാണ്. പിന്നെ എനിക്ക് അതിൽ പറയാനുള്ളത്, ഒരു വിഷയം ഉണ്ടായി. ഇപ്പൊ എനിക്ക് ഒരു അഭിപ്രായം ഉണ്ടാവില്ലേ, അതായത് ഇപ്പൊ നമ്മുടെ വെടിനിർത്തലുണ്ടായി, ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ വിഷയം അതല്ല. പക്ഷെ അത് ലോകരാഷ്ട്രങ്ങൾ എല്ലാവരും അത് നിർത്താനായിട്ട് ശ്രമിച്ചു. ട്രംപ് ശ്രമിച്ചു, എല്ലാവരും സൗദി അറേബ്യയിലെ രാജകുമാരനും ശ്രമിച്ചു, എല്ലാവരും നമ്മുടെ നാട്ടിൽ വന്ന് പാകിസ്ഥാനിൽ പോയി. അതായത് ഇത്തരം മധ്യസ്ഥ പ്രവർത്തനങ്ങൾ എല്ലാവരും നടത്താറുണ്ട്. മോദിയല്ല, ട്രംപ് നടത്തി. ട്രംപ് എന്തുകൊണ്ട് നടത്തി, ട്രംപ് എന്തുകൊണ്ട് പറഞ്ഞു? ശ്രീ പ്രസന്നൻ, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് നമുക്ക് തൽക്കാലം അതിലേക്ക് പോകാൻ നിർവാഹമില്ല. നമുക്ക് യൂട്യൂബിലെ ചില കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ഷിജു കിരിയത്ത് പറയുന്നു, ഐ സോ വെൻ നൺസ് ബ്രദർ വാസ് ഹഗിങ് റോജി എം ജോൺ സഡൻലി അനൂപ് ആന്റണി റഷ് ഇൻ ടു ക്യാമറ ബട്ട് യുവർ ചാനൽ എഡിറ്റഡ് ദാറ്റ് സീൻ ബിക്കോസ് ഓഫ് ഗെറ്റിംഗ് സ്കേർഡ് എന്ന് പറയുന്നു. ഞങ്ങൾ അങ്ങനെ ഒരു സാധനവും എഡിറ്റ് ചെയ്ത് ഒന്നും കാണിച്ചിട്ടില്ല. ശ്രീ ഷിജു കിരിയത്ത്, അവിടെ നിന്ന് വരുന്ന വിഷ്വലുകൾ ആ സമയത്ത് അത് ലൈവായി വരുന്ന വിഷ്വൽസാണ്. ആ വിഷ്വൽസ് അതേപോലെ കുത്തിക്കൊടുക്കുകയാണ്. ഓരോ ചാനലിൻ്റെയും ക്യാമറമാന്മാർ വ്യത്യസ്ത സ്ഥലങ്ങളിലായിരിക്കും നിൽക്കുന്നത്. എല്ലാ ചാനലിലും ഒരേ ആംഗിളിലായിരിക്കില്ല ചിലപ്പോൾ വിഷയം കിട്ടുന്നത്. ഞങ്ങളുടെ ചാനലും ഇതെല്ലാം ഞങ്ങളും എല്ലാം കണ്ടതാണ്. പിന്നെ താങ്കൾ എങ്ങനെയാണ് ഇങ്ങനെ ഞങ്ങൾ ആരെങ്കിലും ഒരു ചാനലിൽ ഒരു സാധനം വന്നാൽ അപ്പോഴേ എഡിറ്റ് ചെയ്ത് മാറ്റി എന്നൊക്കെ പറയുന്നത്? അങ്ങനെ ലൈവിലൊന്നും എഡിറ്റ് ചെയ്തല്ല മാറ്റിയത്. ബാക്കി ചാനലുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ താങ്കൾക്കത് കൃത്യമായി മനസ്സിലാവും. എന്തായാലും നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ കുഞ്ഞഹമ്മദാണ് കോഴിക്കോട് നിന്നും. ശ്രീ കുഞ്ഞഹമ്മദ്, താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? പ്രധാനപ്പെട്ട BJPയുടെ നേതാക്കളടക്കം ഉണ്ടായിരുന്നു ജയിലിന് മുന്നിലൊക്കെ, അതോടൊപ്പം തന്നെ കോടതിക്ക് മുന്നിലുമൊക്കെ എത്താൻ. നമസ്കാരം സാറേ. നമസ്കാരം. എനിക്കിത് പറയാനുള്ളത്, ക്രെഡിറ്റ് ഇപ്പൊ കിട്ടി BJPക്കാ. കാരണം പാവപ്പെട്ട 2 കന്യാസ്ത്രീകളെ ഒരു തെറ്റും ചെയ്യാണ്ട് ഈ ജയിലിൽ അടച്ചിട്ടിട്ട് ഇവർക്ക് എന്ത് ക്രെഡിറ്റ് അവർക്കിടയിൽ എടുക്കാനുള്ളത്? ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല. അഖിലാഖ്യന്റെ ചെറുപ്പക്കാരുടെ ഉത്തരേന്ത്യയിൽ പശു ഇറച്ചി കൈവശം വെച്ച് പറഞ്ഞിട്ട് അടിച്ചു കൊന്ന ടീമായത്. ഇതാ ഇന്ത്യയിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവര് ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ക്രിസ്ത്യാനികൾ, ഒന്ന് മുസ്ലിങ്ങൾ, ഒന്ന് കമ്മ്യൂണിസ്റ്റുകാർ, അവരുടെ വർഗ ശത്രുക്കളായിട്ട് അവർ കാണുന്നത്. ഇത് ഇതും ചെയ്യും, അപ്പുറവും ചെയ്യും. കൂടുതൽ ജാഗരൂകരായിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എത്തിനാ പറയും.
താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, കഴിഞ്ഞ ദിവസം താങ്കൾ ഈ വിഷയത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു. അതേ ജയിലിലിട്ട ആളുകൾ തന്നെ, അല്ലെങ്കിൽ അതേ ആശയമൊക്കെ തുടരുന്നവർ തന്നെ ഇപ്പോൾ ജയിൽ മോചനത്തിന് വേണ്ടിയും അതിൻ്റെ ക്രെഡിറ്റിന് വേണ്ടിയും നിൽക്കുന്നു. എന്താണ് താങ്കൾക്ക് അതിൽ പറയാനുള്ളത്? സാർ നമസ്കാരം. നമസ്കാരം. ജാമ്യം കിട്ടിയതൊക്കെ നല്ല കാര്യം, ക്രെഡിറ്റ് ആരോ എടുക്കട്ടെ. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, കേൾക്കാമോ സാർ? കേൾക്കാം, പറഞ്ഞോളൂ. എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്ത്യ മുന്നണി കേരള മുന്നണി ആയിപ്പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട് സാർ. കാരണം ഞാൻ മനസ്സിലാക്കിയതിൽ ചെറിയൊരു വോട്ടിംഗ് ശതമാനത്തിലാണ് ഈ പ്രദേശത്ത് BJP ഭരിക്കുന്നത്. അവിടെ 10-35 MLA-മാരുണ്ട് എന്നാണ് എന്റെ ചെറിയ അറിവ്. അപ്പൊ അത് തെറ്റുണ്ടെങ്കിൽ സാർ തിരുത്തിക്കോ. അവരാരെയും ഈ ജയിലിന്റെ മുമ്പ് കണ്ടില്ലല്ലോ സാർ. അതെന്താണ് ഇവർ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ശ്രീ ഉണ്ടോ സാർ? ബാലകൃഷ്ണൻ, ഈ ഭൂപേഷ് ബാഗൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കുറിച്ച് താങ്കൾക്ക് അറിയാമോ? ഭൂപേഷ് ബാഗൽ മുമ്പ് മുഖ്യമന്ത്രിയായിരുന്നു ആയിരുന്നല്ലോ. ആളല്ലേ? അപ്പോൾ ആ മുഖ്യമന്ത്രി അതിൽ ഇടപെടുന്നതും ആ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഇടപെടലൊക്കെ താങ്കൾ ചാനലുകൾ വഴിയും അല്ലാതെ പത്രങ്ങളിലൂടെയും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും. പക്ഷെ പൊതുവിൽ എന്താ സാർ MLA-മാർക്ക് രംഗത്ത് ഇറങ്ങാത്തത്? അതെന്തിനാണ് ശ്രീ കേരളത്തിൽ രണ്ട് കന്യാസികൾ നടക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള എംപിമാരും MLA-മാരും അല്ലേ നിൽക്കുന്നത്? ഛത്തീസ്ഗഡിൽ MLA-മാരും MPമാരും എല്ലാം അവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ? കോൺഗ്രസിനും BJPക്കും ഒക്കെ ഒരു നയമാണ് രാജ്യത്ത് എവിടെ പ്രശ്നം ഉണ്ടായാലും കോൺഗ്രസിന്റെ അവിടുത്തെ പ്രാദേശിക ഘടകം എന്തുകൊണ്ട് അവിടെ കണ്ടില്ല? കാരണം ഭരിക്കുന്നത് BJP ആണ്, അവിടെ പ്രതിപക്ഷമാണ്. ആ പ്രതിപക്ഷ ഗവൺമെന്റ് ബാലകൃഷ്ണ വിഷമം ഇപ്പോൾ ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന്റെ നേതാക്കൾ വന്നില്ല എന്നതിലാണോ? എവിടെ സാർ അവിടുത്തെ നേതാക്കന്മാർ എവിടെ? ഈ കേരളത്തിലുള്ള BJP നേതാക്കളൊക്കെ അവിടെ ഉണ്ടല്ലോ. ഈ നിയമം നിർബന്ധ പരിവർത്തന നിയമം കൊണ്ടുവന്നത് എന്റെ അറിവ് ശരിയാണെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് കൊണ്ടുവന്നത്. റൈറ്റ് അല്ലേ സാർ? അപ്പൊ അവർക്ക് തമ്മലുണ്ടാവും അവിടെ ഇറങ്ങാൻ. ഇതിപ്പം ജാമ്യത്തിന് വിട്ടിട്ടല്ലേ ഉള്ളൂ. കേസ് ഓൾറെഡി നടക്കുമല്ലോ. കേസ് നടക്കാതിരിക്കില്ലല്ലോ. ഇന്ത്യ രാജ്യത്ത് ആർക്കെതിരെ വേണമെങ്കിലും കേസെടുക്കാമല്ലോ. അങ്ങനെയല്ല സാർ, കേസെടുക്കാമല്ലോ സാർ. ഇന്നലെ വരെ പറഞ്ഞ എന്താ അകാലത്തുറങ്ങൽ അടിച്ചു. കോടതി പോയി ജാമ്യം കിട്ടി. അതാ ഇത് ആർക്കെതിരെ പോലീസ് കയ്യിലുണ്ടെങ്കിൽ ആർക്കെതിരെ കേസെടുത്തൂടെ ബാലകൃഷ്ണൻ? സാർ നാളെ ബാലകൃഷ്ണനെതിരെ ഒരു കേസെടുക്കണമെന്ന് വെച്ചാൽ കേസെടുക്കാൻ ഈ സർക്കാർ വിചാരിച്ചാൽ ഏത് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ വിചാരിച്ചാൽ കഴിയില്ല. അത് ഏത് സർക്കാരും അവരുടെ അധികാരം ഉപയോഗിച്ച് അങ്ങനെയൊക്കെ കേസെടുക്കാൻ കഴിയും. തീർച്ചയായിട്ടും. അതില്ലേ സാർ ജുഡീഷ്യറി ഉണ്ട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ സാർ. അപ്പൊ കോടതിയിൽ വന്നു ജാമ്യം കിട്ടുന്ന. അപ്പൊ ആ സർക്കാർ ചെയ്ത നടപടി ഇപ്പൊ ഈ ജാമ്യം കിട്ടിയതുകൊണ്ട് ആരുടെയും കേസിന്റെ മെറ്റിലേക്ക് പോകുന്നില്ല, അത് മറ്റൊരു കാര്യം. പക്ഷേ താങ്കൾ ഇപ്പോൾ ന്യായം വെച്ചാണെങ്കിൽ ഇപ്പോൾ ആ സർക്കാർ ചെയ്തത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു എന്നാണോ? അങ്ങനെ ഒരിക്കലുമല്ല. കേസിൽ ജാമ്യം കിട്ടുമല്ലോ, ഒരു പ്രതിക്ക് ജാമ്യം കിട്ടുമല്ലോ. അപ്പൊ ആ പ്രതിക്ക് ജാമ്യം കിട്ടിയത് കൊണ്ട് അവിടുത്തെ ഗവൺമെന്റ് ചെയ്തത് തെറ്റാണെന്ന് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പൂർണ്ണ ബോധ്യം അവിടുത്തെ ഗവൺമെന്റ് ചെയ്ത് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ അവിടുത്തെ പ്രതിപക്ഷ MLA-മാർ എവിടെയാ സാർ? അപ്പൊ ശ്രീ ബാലകൃഷ്ണ വിഷമം ഛത്തീസ്ഗഡിലെ MLA-മാരെ കുറിച്ചാണ്, സ്വന്തം നാട്ടിലെ പാർട്ടിക്കാരെ കുറിച്ചൊന്നുമല്ല വിഷമം. ശരി ശ്രീ ബാലകൃഷ്ണൻ. ശ്രീ ബാലനാണ് പാലക്കാട് നിന്നും. ശ്രീ ബാലൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? കിരൺ ഭായി നമസ്കാരം. നമസ്കാരം. ഞാനിത് പറയുന്നതിന് ഇപ്പോ ക്രെഡിറ്റ് ആർക്കാന്നല്ല ഇപ്പൊ നമ്മുടെ ഇത് കൊടുത്തിരിക്കുന്നത്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞപ്പോ ഒരു 3 മാസം കഴിഞ്ഞാൽ പഞ്ചായത്ത് ഇലക്ഷൻ വരില്ലേ? ക്രെഡിറ്റ് എല്ലാവരും കൂടി വീഴ്ചെടുക്കട്ടെ. അവിടെ കേരളത്തിൽ ഇപ്പൊ ഇടതും വലതും നടുവും എല്ലാവരും കൂടി അവിടെ ക്യാമ്പ് ചെയ്തിട്ടല്ലേ ഇപ്പോ അവിടെ പിന്നെ ജാമ്യത്തിന് ശ്രമിച്ചിരുന്നത്. അപ്പോ 3 പേരും കൂടി വീഴ്ചെടുത്തോട്ടെ. ഞാനത് വേറൊരു ആംഗിൾ എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാല് ഈ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാന്നൊക്കെ പറയുന്നുണ്ട്. കേരളത്തിൽ അത്ര വലിയ കറുപ്പൊന്നുമില്ല. പക്ഷെ കേരളത്തിന് പുറത്തെ അവസ്ഥ അങ്ങനെയല്ല. കൊടും ദാരിദ്ര്യത്തിലും പട്ടിണിയിലും ജാതി മുറുകെ പിടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതിന്റെ ഇടയിൽ ഇങ്ങനെ മതം ഭ്രാന്തായി നടക്കുന്ന കുറച്ച് സംഘടനകൾ, അവർക്ക് ഈ ജനാധിപത്യം അല്ലെങ്കിൽ മതേതരത്വം ഭരണഘടന എന്ന് പറയുന്നത് മനസ്സിലാവില്ല. അവരുടെ മനസ്സിൽ വേറെ പല കാഴ്ചപ്പാടുകളാണ്. അവർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഭരണകൂടത്തിന്റെ പിന്തുണ ഉണ്ട്, പോലീസിന്റെ പിന്തുണ ഉണ്ട്, എന്തിന് കോടതിയുടെ പോലും പിന്തുണ കിട്ടുന്നുണ്ട്. അപ്പോ ഈ കർത്താവിന്റെ മണവാട്ടിമാര് ഇത്തരം സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഒന്ന് അലർട്ടാവണമെന്ന് ഞാൻ പറയുന്നു. എനിക്ക് അത്രേ പറയുള്ളൂ. ശരി, ഞങ്ങളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് യൂട്യൂബിലെ ചില കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. അതിൽ മുഹമ്മദ് ആസിഫ് പറയുന്നു, RSS ആയതുകൊണ്ട് ജീവൻ കിട്ടി, SDP ആയിരുന്നെങ്കിൽ ഉള്ള സ്ഥിതി എന്താ എന്നൊന്ന് പറഞ്ഞ് ഒരു ഇമോജിയൊക്കെ ഇട്ടിരിക്കുന്നു. അഡ്വക്കേറ്റ് JP ഗോപാലകൃഷ്ണപിള്ള പറയുന്നു, ഒരു കാര്യം വ്യക്തമാക്കുന്നു, രാജീവ് ചന്ദ്രശേഖർ ഇടപെട്ടുകൊണ്ടാണ് ഇവർക്ക് ജാമ്യം കിട്ടിയത് എന്ന് അഡ്വക്കേറ്റ് JP ഗോപാലകൃഷ്ണപിള്ള വിശ്വസിക്കുന്നു. സുനിമോൾ പറയുന്നു, അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അവർ കുറ്റവിമുക്തരായി ഇങ്ങനെ പെട്ടെന്ന് 2 കുട്ടികളെയും കൊണ്ട് വരുമ്പോൾ അന്വേഷിച്ചു കാണും, ജാമ്യം കിട്ടി കാണും എന്നൊക്കെ പറയുന്നു. എന്തായാലും നമുക്ക് മറ്റ് ഒരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ജോസഫാണ് ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ജോസഫ്,
താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഒരു സ്ഥലത്ത് 2 മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നു, അവർക്കെതിരെ അതീവ ഗുരുതരമായ കുറ്റങ്ങൾ ഒക്കെ ചുമത്തുന്നു, മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും അടക്കം രാജ്യത്ത് പ്രക്ഷോഭം വരുന്നു. ഒടുവിൽ എന്തായാലും കാര്യമായ എതിർപ്പ് സർക്കാർ ഇവരെ ജാമ്യം നൽകുന്നതിനെതിരെ ഉന്നയിക്കാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നു. ഇപ്പോൾ ജാമ്യം കിട്ടുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ശ്രീ ജോസഫ് പറഞ്ഞോളൂ. ജോസഫിനെ കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. ശ്രീ തങ്കച്ചനാണ് മുഹമ്മയിൽ നിന്ന്. ശ്രീ തങ്കച്ചൻ, താങ്കൾ പറഞ്ഞോളൂ. ഒരു നാടകമാണ്. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. സാറേ, ഇത് BJPയുടെ ഒരു നാടകമാണെന്ന്. കാരണം ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJP നടത്തിയ ഒരു നാടകമാണ്. പിന്നെ സാറേ, ഇത് ആ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് നിമിഷങ്ങൾക്കുള്ളിൽ ജാമ്യത്തിൽ വിടാം. കാരണം ഈ കേരളത്തിലെ BJPക്കാര് ഒന്ന് ഇടപെട്ടാൽ പോരായിരുന്നോ? ഇത്രയും ദിവസം 9 ദിവസക്കാലം ആ കന്യാസ്ത്രീകൾ ആ ജയിലുകൾക്കുള്ളിൽ കടന്നില്ലേ? ഒരു ജോർജ് കുര്യൻ എന്ന് പറഞ്ഞ ഒരു മന്ത്രിയായിട്ട് വിവരം എന്ന് പറഞ്ഞാൽ ആ ലേശമില്ല. ഇന്നലെ എന്തൊക്കെയാണ് ചാനലിൽ വന്നിരുന്ന് പറഞ്ഞാൽ ഞാനൊരു മന്ത്രി ആയതുകൊണ്ടാണ് പ്രതികരിക്കുന്നത്. ലേശം വിവരമില്ല. സുരേഷ് ഗോപി ക്രിസ്ത്യാനികളുടെ വോട്ട് മേടിച്ച് MP ആയി. ഈ സുരേഷ് ഗോപി എവിടെയായിരുന്നു? BJP എന്ന് പറഞ്ഞാൽ ഈ ഈഴവാദി പിന്നോക്കക്കാരൻ, മുസ്ലിം, ക്രിസ്ത്യാനി, കമ്മ്യൂണിസ്റ്റുകാരി ഇവരെയൊക്കെ ഒതുക്കാൻ വേണ്ടിയുള്ള BJPയുടെ പ്രവർത്തനമാണ് ഇനി നടക്കാൻ പോകുന്നത്. ഈഴവാദി പിന്നോക്കക്കാരൻ രക്ഷയില്ലെന്ന് ഇപ്പം കുറെ ഈഴവനും പിന്നോക്കക്കാരനൊക്കെ BJPയുടെ വാരായിട്ട് നടക്കുന്നുണ്ട്. അവരെ നോക്കിക്കോ. ഈ വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന പോലെ പിന്നോക്കക്കാരനെ അവർ അടിച്ച് പുറത്താക്കും. ശരി, ശ്രീ തങ്കച്ചൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. പക്ഷേ അവരുടെയൊക്കെ കൂടി വോട്ട് നേടിയാണ് വിജയിക്കുന്നത് എന്നതുകൂടി ശ്രീ തങ്കച്ചൻ മനസ്സിലാക്കുക. ശ്രീനിവാസനാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീനിവാസൻ, താങ്കൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ ക്രെഡിറ്റിന് വേണ്ടിയുള്ള ഈ രാഷ്ട്രീയ പാർട്ടികളുടെ മത്സരത്തെ കാണുന്നത്? ഇത് BJPക്കാർക്ക് ഒരു ക്രെഡിറ്റിന് ഒരു അവകാശമില്ല. കാരണം ജനവികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ജാമ്യം കൊടുത്തിട്ടുള്ളത്. ജനം ഇളകിയപ്പോ അവർക്ക് ആകെ പേടിയായി. കേരളത്തിൽ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകൾക്കൊക്കെ ഇതൊരു അലിയായിരിക്കും എന്നുള്ളത് അവർ കരുതിക്കൊണ്ടാണ് ഇവിടുന്ന് ഉറുമ്പ് പോലെയുള്ള നേതാക്കന്മാരെ അങ്ങോട്ട് ഇറക്കി വിട്ടത്. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അവർക്കൊന്നും ഇതിൽ ക്രെഡിറ്റിൽ മാനിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായിട്ടില്ല. പിന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്രിസ്ത്യാനികളും അവരും സഭകളും ഇത് മനസ്സിലാക്കണം. ഒരു പാടാണ് അവർക്ക്. കാരണം ഇത്രയും അധികം അടിച്ചമർത്തലുണ്ടായിട്ടും ഇനിയെങ്കിലും കേക്ക് മേടിച്ച് ഭക്ഷിക്കാണ്ടിരിക്കുക. അവരുടെ സ്വഭാവം മനസ്സിലായിട്ടുണ്ടല്ലോ, അത് മനസ്സിൽ നോക്കുക. ശരി, ശ്രീനിവാസനാണ് നമ്മളോട് സംസാരിച്ചത്. നമുക്ക് രാജു കൃഷ്ണനാണ് കാസർഗോഡ് നിന്നും. ശ്രീ രാജു കൃഷ്ണൻ, എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഈ വിഷയത്തിൽ പറയാനുള്ളത്, കേരളം ഇന്ത്യയിൽ തന്നെ മാതൃകയായി, ലോകത്തിൽ തന്നെ മാതൃകയാണ്. ജാതിയോ മതമോ വർഗമോ ഒന്നും ചിന്തിക്കാതെ കൊണ്ട് നമ്മളെ അമ്മമാർക്ക് ബിഗ് സല്യൂട്ട്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൂടി പറയാം. കാരണം നമ്മുടെ അടിച്ചമർത്ത വർഗത്തിന്റെ കൈ പിടിച്ച് ഉയർത്തിയത് ക്രിസ്ത്യൻ മിഷനറിയും പിന്നെ ഇവിടുത്തെ മുസ്ലിം മിഷനറികളാണ് ആദ്യ കാലഘട്ടത്തിൽ. അപ്പോൾ ഇന്നും അവരടിച്ചമർത്തിക്കൊണ്ട് വേറെ നമ്മൾ ആദിവാസി സമൂഹത്തെ ഉയർത്താൻ അവർ വിടൂല. എന്നും RSSന്റെ അവരുടെ അടിമകളായി ജീവിക്കണം എന്നുള്ള ചിന്താഗതിക്കാരാണ് ഇവിടുത്തെ RSSകാരുള്ളത്. അപ്പൊ അതിന് അവർക്ക് ബോധം നൽകി വിദ്യാഭ്യാസം നൽകി കൊണ്ടുവരുന്നത് ഈ ക്രിസ്ത്യൻ മിഷനറിയാണ്. അത്രമേ പറയാനുള്ളൂ. അവർക്ക് വേണ്ട എന്റെ പിന്തുണയാണ്. ശ്രീ രാജകൃഷ്ണൻ. ശ്രീ രവീന്ദ്രനാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും. ശ്രീ രവീന്ദ്രൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാനുള്ളത്? നമസ്കാരം. കിരണ, ഇതിനകത്ത് പറയാനാണ് എന്നു വെച്ചാൽ മറ്റുള്ള ഒരു സംസ്ഥാനത്തും ആ സംസ്ഥാനത്തും ഇത്രയും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. ഒരു ചാനലിലും വേറെ ഒരിടത്തും കാണുന്നില്ല, കേരളത്തിലെ പോലെ അല്ലാതെ. കേരളത്തിലെ 2 പേരല്ലേ അറസ്റ്റ് ചെയ്തത്? കേരളത്തിലെ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതേ അളവിൽ അത് തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും ഗുജറാത്തിലും ഒക്കെ കാണണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? അങ്ങനെയാണ് കർണാടകത്തിലും ആന്ധ്രയിലും ഗുജറാത്തിലും നടക്കുന്ന സംഭവത്തിനെല്ലാം നമ്മൾ കേരളത്തിൽ കിട്ടുന്ന തലകുത്തി പറയുന്നില്ലേ? മലയാളികൾ അങ്ങനെയാണ്. മലയാളികൾ ലോകത്ത് എവിടെയും നടക്കുന്ന മാറ്റങ്ങളെയൊക്കെ തിരിച്ചറിയുകയും അതിനനുസരിച്ച് പ്രതികരിക്കുകയും ഒക്കെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് അടക്കം അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് കിരണ ഇനി പറയാനുള്ളത്, ഈ ഇടതിനും വലതിനും ഇനി ആകെ ഒരു ആശ്രയം എന്ന് പറഞ്ഞാൽ കേരളമേ ഉള്ളൂ. ബാക്കി ഒരു സംസ്ഥാനത്തിന് ഈ ഇടതിനും വലതിനും, ഇടതിനും ഉപ്പ് വെച്ച കാലം പോലെ ഈ കേരളം മാത്രമായി.
അപ്പൊ ഇവർക്ക് ഇനി പിടിച്ചു നിൽക്കാന്ന് പറഞ്ഞാൽ ഈ ഒരു സംസ്ഥാനത്ത് മാത്രമല്ല, ഇവിടത്തെ വോട്ട് ബാങ്കിന് വേണ്ടി ഇവർ എന്ത് നെറിയേറ്റ പരിപാടി വിളിച്ചു പറയും. ഇവരെന്താ ഇടതും വലതും എന്താണ് ഈ കാര്യത്തിൽ ചെയ്തത്? അവരാണോ ഇവരെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടത്? അല്ലല്ലേ, ഇത് അറസ്റ്റ് ചെയ്ത് അവസ്ഥിട്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അത് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത ആളുകളും ഇപ്പോൾ സ്വീകരിക്കാൻ പോകുന്ന ആളുകളും ഒക്കെ ആരാണെന്ന് താങ്കളും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ഇടതിനും വലതിനും ഒരു നിലപാട് മാത്രമേ ഉള്ളൂ ഇക്കാര്യത്തിൽ. അവരെ അറസ്റ്റിന് എതിരായ നിലപാട് തന്നെയാണ് എപ്പോഴും. അറസ്റ്റ് ചെയ്ത് ഇട്ടതെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ബി.ജെ.പി എല്ലാം അറസ്റ്റ് ചെയ്തിട്ടത് ആണോ? കേരളത്തിലെ ബി.ജെ.പിയും കേന്ദ്രത്തിലെ ബി.ജെ.പിയും ഛത്തീസ്ഗഡിലെ ബി.ജെ.പിയും വേറെ വേറെ ആണോ? ഉണ്ടല്ലോ. അങ്ങനെയല്ലേ കേരളത്തിലെ CPM-ഉം കേരളത്തിലെ കോൺഗ്രസും അല്ലാതെ വേറെ ഏത് സംസ്ഥാനത്തെ കോൺഗ്രസ്, ഏത് സംസ്ഥാനത്ത് CPM-ഓ ഇതിനു വേണ്ടി? രവീന്ദ്രൻ, എന്തിനാണ് കേരളത്തിൽ നിന്ന് രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഏറ്റവും കൂടുതൽ പ്രതികരിക്കുന്ന കേരളത്തിൽ നിന്നുള്ളവരല്ലേ മലയാളികൾ? ഇതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്ര പേരെ ചെയ്തിരിക്കും? അപ്പോഴെല്ലാം കേരളക്കാരാണോ പ്രതികരിച്ചത്? അത് ആ സംസ്ഥാനക്കാരെന്തരം വരും അല്ലേ? തമാശിന് വേണ്ടി ഇവിടെ കേരളത്തിലല്ലാതെ വേറെ അത് അങ്ങനെ ഏതെല്ലാം രാജ്യത്തെ, ലോകത്തെ പല രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ. ഈ വിവര സാങ്കേതിക വിദ്യയൊക്കെ വികസിക്കുന്നതിന് എത്രയോ കാലം മുമ്പ് ഈ മലബാറിലെ ലഹളയൊക്കെ ഉണ്ടായത് എങ്ങനെയാണെന്ന് താങ്കൾക്കറിയില്ലേ? അതൊക്കെ ഏതെല്ലാം രാജ്യം, തുർക്കിയിൽ നടക്കുന്ന കാര്യങ്ങളടക്കം അത് കേരളത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ഇതാണ് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ പരിപാടി. കേരളത്തിലെ വേണ്ട. അപ്പൊ താങ്കൾ ഇതിനകത്ത് ഏത് അഭിപ്രായം? കേരളക്കാരെന്തോ ഒരു കുഴപ്പക്കാരാണോ? അല്ല, കേരളക്കാർക്ക് വിവരമുള്ള മനുഷ്യരാണ്. അവർ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. അതന്നെ, കേരളത്തിന് ഭയങ്കര വിവരമുണ്ട്. അതേ സംശയം എന്താണ് അതില്? മറ്റു സംസ്ഥാനങ്ങളിലെ ആളുകളെക്കാൾ വിദ്യാഭ്യാസപരമായി മുന്നിൽ നിൽക്കുന്ന ആളുകളാണ് മലയാളികൾ. അതുകൊണ്ട് തന്നെ മലയാളി ലോകത്ത് എവിടെയും നടക്കുന്ന കാര്യങ്ങൾ ആദ്യം അറിയും. ലോകത്ത് ഏത് രാജ്യത്ത് എന്നാലും മലയാളിയുണ്ട്. ആ രാജ്യത്തെല്ലാം ഗുജറാത്തുകാരനോ ഹരിയാനക്കാരനോ അല്ലെങ്കിൽ ആന്ധ്രക്കാരനോ ഉണ്ടോ? ഇല്ല. അതിൽ കൂടുതൽ ആളുകൾ മലയാളികളുണ്ട്. കാരണം മലയാളികൾ അങ്ങനെയൊക്കെ പോകുന്ന ആളുകളാണ്. അതൊരു കുറച്ചിലല്ല രവീന്ദ്രൻ അതിനെ ഒരു കുറച്ചിലായി കാണരുത്. അല്ല, ഒരു കുറച്ചിലല്ലോ, അതൊന്നും കുറച്ചിലാന്ന് ഒരിക്കലും പറയല്ല. അപ്പൊ ഇടത്ത് BJP-യെ പോലെ കഴിവില്ലാത്ത ആൾക്കാരെ പോലെ തന്നെ CPM-കാരും കരുതിക്കോണം. ഈ കോൺഗ്രസിന് വേണ്ടി വിടുപണി ചെയ്യുന്ന ഈ കേരളത്തിലെ ചാനലുകാരെ നിങ്ങൾ ഒരിക്കലും CPM-കാരും വിശ്വസിക്കരുത്. അതായത് ഇങ്ങോട്ട് ഒഴുകി വന്നിട്ടാണ് ഈ കോലങ്ങളിലെ മുഴുവൻ ഈ കോൺഗ്രസിന് വേണ്ടി എങ്ങനെയെങ്കിലും കോൺഗ്രസിനെ അധികാരം കയറ്റാൻ വേണ്ടി കറ്റകെട്ടി ഇറങ്ങിയിരിക്കുന്ന ചാനലുകാരുണ്ടെന്ന് നിങ്ങൾ BJP-യെ സംബന്ധിച്ച് ഒരു ചുക്കുമില്ല. BJP കേരളത്തിൽ ഒരു സീറ്റ് പോലും ഇല്ല. BJP-യെ സംബന്ധിച്ച് ഒരു ചുക്കുമില്ല. പക്ഷെ CPM-കാർ മനസ്സിലാക്കിയോ, നിങ്ങൾ ഈ എന്തായാലും BJP നേതാക്കളാരും താങ്കൾ BJP-കാരാണെന്ന് പറയുകയും ചെയ്യും. BJP-ക്ക് സീറ്റില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് പറയുകയും ചെയ്യും. പക്ഷെ BJP നേതാക്കളാരും അങ്ങനെ അവര് സീറ്റിന് വേണ്ടി തലയും കുത്തിയെന്ന് വലിയ പ്രവർത്തനം നടക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഇന്നിപ്പോൾ കേരളത്തിൽ ഒരു സീറ്റും ഇല്ല, ഒരു ചുക്കുമില്ല. അതുകൊണ്ടാണോ ഇന്നിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ തന്നെ നേരിട്ട് സ്വീകരിക്കാൻ അവിടെ പോയത്? പോയി വീടരുത്. കോൺഗ്രസിന് വേണ്ടി വീടുപണി ചെയ്യുന്ന ഈ കേരള ചാനലുകാരുടെ ഒറ്റണത്തിന് വീടുപണി ചെയ്യുന്ന ഈ ചാനലുകാരെ വിശ്വസിക്കണം. CPM-കാരെ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ ഈ കേരളത്തിൽ നിന്നുള്ള സീറ്റും കൂടെ ഇല്ല, നിങ്ങൾ അംഗത്വം പോലും നിങ്ങൾ നഷ്ടപ്പെടും. BJP-യെ സംബന്ധിച്ച് താങ്കൾക്ക് CPM-നോടുള്ള ഒരു അത്യപാരമായ സ്നേഹം കാണുമ്പോൾ ഒരു സ്നേഹമല്ല. ഇതിപ്പോ നിങ്ങൾ ചെയ്യുന്ന പണി എന്നാന്നുള്ളത് നല്ല വ്യക്തമായിട്ട് കേരളത്തിലുള്ള മനുഷ്യനും അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. കർണാടകത്തിൽ ഈ വിഷയത്തിൽ അഭിപ്രായം പറയാനില്ല അല്ലേ? ഒരുപാട് പൈസ ഇങ്ങോട്ട് ഒഴുകുന്നുണ്ട്, ഒരുപാട് പൈസ. സതീശൻ മുതലേ രവീന്ദ്രൻ, താങ്കൾക്ക് ഈ ആളുകൾക്കെതിരെ പണം വാങ്ങിയതൊക്കെ ആരോപണം ഉന്നയിക്കുന്നത് താങ്കളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവ് വേണം. വെറുതെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റികൾ കണ്ട കാര്യങ്ങൾ വന്ന് വിളമ്പുന്നതല്ല ഒരു മര്യാദ. ഒരു 6 മാസത്തിനുള്ളിൽ ഇതിനെല്ലാം വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുന്നുള്ളതിനകത്ത് യാതൊരു മാറ്റമില്ല. ആ റിപ്പോർട്ട് ചെയ്യാനുണ്ട്, 24 ഉണ്ട്. ഇതിനകത്ത് കളിക്കാൻ പോകുന്ന ചാനലുകാരെല്ലാം കാണുമല്ലോ. അപ്പോൾ നമുക്ക് കാണാം. ശരി, ഓക്കെ രവീന്ദ്രൻ. കാണാൻ പോകുന്ന പൂരം പറഞ്ഞു കേൾക്കണ്ട. ശരി രവീന്ദ്രൻ, എന്തായാലും ഇക്കാര്യത്തിൽ അഭിപ്രായമൊന്നും ഇല്ല എന്ന് മനസ്സിലായി. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ രവീന്ദ്രന്റെ അഭിപ്രായം പറയാൻ പ്രയാസമുണ്ട് എന്നറിയാം. BJP-യുടെ അഭിപ്രായം പറയുമോ, രവീന്ദ്രന്റെ അഭിപ്രായം പറയുമോ, അതോ RSSന്റെ അഭിപ്രായം പറയുമോ എന്നൊക്കെയുള്ള ഒരു ആശങ്ക താങ്കൾക്കുണ്ട്. അത് സ്വാഭാവികമാണ്. ശരി, ശ്രീ വിജയകുമാറാണ് ബാലരാമപുരത്തും. ശ്രീ വിജയകുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ രാഷ്ട്രീയ പാർട്ടി നേതാക്കളൊക്കെ ഇതിന്റെ ഒരു ക്രെഡിറ്റിന് വേണ്ടി നടത്തുന്ന മത്സരത്തെ കാണുന്നത്? രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിനും കേരളത്തിൽ രാഷ്ട്രീയമാണല്ലോ. 10 വോട്ട് കിട്ടാൻ വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്ന പ്രവൃത്തിയാണിത്. അല്ലാതെ അവർക്ക് കന്യാസ്ത്രീകളെ മോചിപ്പിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ല. പക്ഷെ അങ്ങനെ പറയരുത് ശ്രീ വിജയകുമാർ. അവരുടെയൊക്കെ കേരളത്തിലെ പ്രധാനപ്പെട്ട MP-മാരുടെ എല്ലാം ഒരു വലിയ പരിശ്രമം, അവരെല്ലാം ഇതിനുവേണ്ടി അന്നേരം മുതൽ വിഷയം ജാഗ്രതയോടുകൂടി മാധ്യമങ്ങളുടെയും സമൂഹത്തിന്റെ ശ്രദ്ധയിൽ നിൽക്കുന്നതിന് വലിയ പങ്ക് വഹിച്ചവരാണ് നമ്മുടെ നേതാക്കളെല്ലാം. അതിനൊന്നും നമ്മൾ തള്ളിക്കളയാൻ പറയാൻ കഴിയില്ല. അതിനൊന്നും കുറ്റം പറയാൻ കഴിയില്ല. പക്ഷേ ഇന്ന് അവര് മോചിതരായപ്പോൾ ജയിലിന്റെ മുന്നിൽ എന്താ കേക്ക് കൊടുക്കുന്നത്? കേക്ക് കൊടുക്കുന്ന ഇതിന് മാത്രമാണോ കേക്ക് കൊടുക്കേണ്ടത്? ആ കേക്ക് കൊടുത്തുകൊണ്ട് എന്താ പ്രയോജനം?
ശരി, ശ്രീ വിജയകുമാറാണ് സംസാരിച്ചത്. നമുക്ക് ശ്രീ രവിയാണ് കൊല്ലത്തുനിന്ന്. ശ്രീ രവി, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? സാർ ഇത് ഒരു സംശയത്തിന്റെ പുറത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടതാണ്. അതായത് കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കിയ ഒരു നിയമത്തിന്റെ പുറത്ത് ചെയ്ത നിയമമാണിത്. നിയമത്തിന്റെ പുറത്ത് ചെയ്ത് സംശയത്തിന്റെ പുറത്ത് പറഞ്ഞാൽ ഈ പോലീസിനൊരു ഉത്തരവാദിത്തമില്ലേ? രാജ്യത്ത് ഒരുപാട് നിയമങ്ങളുണ്ട് പല കാര്യങ്ങൾ ഇതിനു വേണ്ടി. ആ നിയമം പ്രയോഗിക്കുമ്പോൾ കോമൺ സെൻസ് പ്രയോഗിക്കുക, അന്വേഷണം നടത്തുക എന്നുള്ളതൊക്കെ പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. അത് ശരിയാ, കറക്റ്റാ. പക്ഷെ ഇത് നിയമം അവർക്ക് പാലിച്ചല്ല പറ്റുമോ? അതെന്തിനാണ് നിയമം പാലിക്കുന്നത്? എങ്ങനെയാണ് അതെന്താണ്? പോലീസിന് ഈ കാര്യത്തിൽ അവർ മനുഷ്യക്കടത്ത് നടത്തിയോ? അങ്ങനെ ഒരു ഇതുണ്ടോ? അവരേതെങ്കിലും നിർബന്ധ മതപരിവർത്തനം നടത്തിയോ? അത്തരം കാര്യങ്ങളൊക്കെ പ്രാഥമികമായി പരിശോധിച്ചിട്ടാണ് ഏത് പോലീസും. അല്ലാതെ ഇപ്പോൾ ഞാൻ ഒരിടത്ത് എന്നിട്ട് ഒരു 10 പേര് എന്നിട്ട് പറയുകയാണ് ദാണ്ട് ഇയാൾ അവിടെ നിന്ന് ആ ബാങ്കിൽ നിന്ന് ₹1,00,000 കവർന്നു എന്ന് പറഞ്ഞാൽ പോലീസ് രാജ്യത്ത് ബാങ്ക് കവർച്ചയ്ക്ക് എതിരെ എടുക്കാൻ നിയമമുണ്ട്. അതുകൊണ്ട് നേരെ അവർക്ക് നേരെ വകുപ്പ് ചുമത്തി അവരെ അകത്തിടുകയാണ്. സാറേ, ഇവരെ നിയമപരമായിട്ട് ഐഡന്റിറ്റി കാർഡോ അവരുടെ ആധാർ കാർഡോ ഒന്നും അവരുടെ കൈവശമില്ലായിരുന്നു. മനസ്സിലായോ? അത് സാറിന് അറിയാം. ഇതെല്ലാം ആധാർ കാർഡോ ഐഡന്റിറ്റി കാർഡോ ഒന്നും കണ്ടെത്തുന്നതിന് ഈ കന്യാസ്ത്രീകളുടെ കയ്യിൽ അവരുടെ ഐഡന്റിറ്റി കാർഡ് എല്ലാം ഉണ്ടല്ലോ. അത് കണ്ടെത്തുന്നതിന് യാതൊരു പ്രയാസമില്ലല്ലോ. ഒരു വീട്ടിലെ സഹോദരനും സഹോദരിമാരും അല്ലേ ഉണ്ടായിരുന്നത്. അവരെ ആ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് വിളിച്ച് അന്വേഷിച്ചാൽ, ഈ പോലീസ് സ്റ്റേഷനിൽ ഒരു ഫോൺ കോൾ മതിയല്ലോ. ആ പോലീസ് സ്റ്റേഷന്റെ പരിധി ഇങ്ങനെ 2 പേരുണ്ടോ എന്ന് അന്വേഷിച്ചാൽ കണ്ടെത്താനുള്ള കാര്യമല്ലേ ഉള്ളൂ. അന്നേരം അതിന് സമയം കിട്ടിയില്ലല്ലോ. ആൾക്കാർ അതെന്താ സമയത്തിന് വല്ല തിരക്കിന് വല്ല അത്യാവശ്യത്തോ എവിടെയെങ്കിലും പോകണമായിരുന്നു പോലീസുകാർക്ക്? അവരുമായിട്ട് ബന്ധപ്പെട്ട വീട്ടുകാരോട് ബന്ധപ്പെട്ടപ്പോ അവര് അയച്ചല്ല, ഇത് മുന്നെടുത്ത് കൊണ്ടുപോകാൻ അയച്ചല്ലെന്നാണ് പറഞ്ഞു. അന്നേരം പറഞ്ഞു എന്ത് പറഞ്ഞു? അവര് വീടുമായിട്ട് ബന്ധപ്പെട്ടപ്പോ ഇന്ന സ്ഥലത്തേക്ക് പോകാൻ അവര് പറഞ്ഞിട്ടല്ല പോയെന്നല്ലേ പറഞ്ഞത്. അങ്ങനെ വീട്ടുകാരും പറഞ്ഞാൽ ഇതുവരെ എങ്ങും വന്നില്ല. ഞാൻ TV വാർത്തയിലൊക്കെ കേട്ടില്ലേ, ഒരു സഹോദരൻ 2 സഹോദരിമാരും അവരെ നിന്ന് ബജ്രംഗ് ദൾ പ്രവർത്തകരെ ഒരു വനിതാ നേതാവ് അടക്കം നിന്ന് വരട്ടുന്നതും ഒക്കെ ഞങ്ങളെല്ലാം വിഷ്വൽ കണ്ടു. അവർക്ക് ഒരു പോലീസുകാർക്ക് അങ്ങനെ ഒരു ആൾക്കൂട്ടം ഉണ്ടെങ്കിൽ ആ ആൾക്കൂട്ടത്തിൽ നിന്ന് സംരക്ഷണം കൊടുത്ത് അവർക്കെതിരെയല്ലേ കേസെടുക്കേണ്ടത്? അല്ല, ഇവിടുത്തെ കൂട്ടമല്ലല്ലോ, കേരളത്തിലെ കൂട്ടം. ഏതാ രാജ്യത്തായാലും ഇന്ത്യ രാജ്യത്തെ ഒരു നിയമമില്ലേ? അവിടെ വന്ന് ഒരു 2 സ്ത്രീകളും 4 സ്ത്രീകൾ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ വന്ന് വരട്ടുന്ന കുറെ ആളുകൾ വന്ന് വരട്ടിയാൽ അവർക്കെതിരെയല്ലേ കേസെടുക്കേണ്ടത്? അവര് പലയിടത്തും കേസെടുക്കേണ്ട നിയമമില്ല. ആൾക്കാർ ബോധ്യപ്പെടുത്തുമ്പോൾ നിയമത്തിന്റെ പുറത്ത് പോകും. ഉടനെ സാറൊക്കെ അന്വേഷണത്തിന്റെ പുറത്തല്ലേ വരേണ്ടത്. അങ്ങനെയൊക്കെ കേസെടുക്കണം എന്ന് വെച്ചാൽ രവി ആർക്കെതിരെ വേണമെങ്കിലും പോലീസ് വിചാരിച്ചാൽ ഒരു കേസെടുത്തൂടെ? അതിന് പ്രത്യേകിച്ച് സാമാന്യ വ്യക്തി മാത്രം മതി. ഒരു കേസെടുക്കുന്നതിന് അത് വെച്ചിട്ട് അവർ കേസൊക്കെ എടുക്കാം. അത് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം ഇല്ല അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം ഇല്ല. ഇവിടെ എല്ലാവരും കേസെടുക്കുമ്പോൾ ഇവിടെ എന്തെല്ലാം വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ തന്നെ വേടന കേസിൽ പോയിട്ട് വേടനെ ഇതുവരെ അറസ്റ്റ് ചെയ്തില്ലല്ലോ. അത് അറസ്റ്റ് ചെയ്യേണ്ട പോലീസ് അന്വേഷിച്ചിട്ടല്ലേ പോലീസ് അറസ്റ്റ് ചെയ്യുന്നല്ല. ഒരു കേസ് വന്ന പിറ്റേന്ന് അറസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അതൊക്കെ പോലീസ് അന്വേഷിച്ച് അറസ്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ സാറേ, അതൊന്നുമില്ല. ഇത് ഒരു ഭാഗത്ത് മാത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടോ സാർ? നിങ്ങൾ ചാനലുകാരെല്ലാം ഒരു ചാനലുകാരും ഒരു വശം മാത്രമല്ല പറയുന്നത്. അല്ലല്ല, നിങ്ങളെല്ലാം ഞങ്ങളെല്ലാവരും സാമാന്യ ഒരു ബോധമുള്ള മനുഷ്യർക്കൊക്കെ ഇവർ മനുഷ്യക്കടത്ത് നടത്തിയെന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു പോലീസുകാർ കേസെടുത്തു കഴിഞ്ഞാൽ അത് എനിക്കും രവിക്കും ബോധ്യമുള്ള കാര്യമാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് അർത്ഥത്തിലാവുമെന്ന് സാറേ, അത് ശരിയാ. മനുഷ്യക്കടത്ത് നടത്തിയിട്ടില്ല അന്ന് അത് നിയമത്തിന് പുറത്ത് തെളിയുമ്പോൾ തെളിയും. അല്ല, അതാ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ നിയമത്തിന്റെ പുറത്ത് തന്നെ നാളെ രവിക്കെതിരെ ഇങ്ങനെ ഒരു കേസ് എടുത്തിട്ട് രവി കോടതിയിൽ പോയി നിയമത്തിന്റെ പുറത്ത് തെളിയിച്ചോട്ടെ എന്ന് വേണമെങ്കിൽ പോലീസിന് തീരുമാനിക്കാം. അങ്ങനെ അധികാരം ദുരുപയോഗം ചെയ്യാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ ഈ നിയമവ്യവസ്ഥയിലുണ്ട്. അന്ന് കേരളത്തിൽ എന്തെല്ലാം എത്ര പേരെ അറസ്റ്റ് ചെയ്യുന്നത്? കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നത്? കേരളത്തിൽ ഇങ്ങനെ ആരും അറസ്റ്റ് ചെയ്യുന്നത്? കേരളത്തിൽ ഒട്ടും നടക്കുന്നില്ല എന്നല്ല പറഞ്ഞത്. എന്തായാലും ഇങ്ങനെയൊന്നും കേരളത്തിൽ ആരും ചെയ്യില്ല. ഇന്നാണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് തൃശ്ശൂർ അറസ്റ്റ് ചെയ്തിട്ട് ഇപ്പം കോടതി വെറുതെ വിട്ടല്ലോ. അന്നേരോ കന്യാസ്ത്രീകളെ തൃശ്ശൂർ അറസ്റ്റ് ചെയ്തിട്ട് കോടതി വെറുതെ വിട്ടെ? അതെന്തിനാണ്? ജയിലിൽ കിടത്തില്ലേ ഇവിടുത്തെ കന്യാസ്ത്രീകളെ? തൃശ്ശൂർ കന്യാസ്ത്രീകൾ ജയിലിൽ കിടക്കുന്ന കാര്യം ഈ സ്റ്റേറ്റിൽ തന്നെ 5 പള്ളി അച്ഛന്മാരെ അറസ്റ്റ് ചെയ്ത് ജയിലിട്ടതോ? ഈ കേസല്ല, നേരത്തെ കോൺഗ്രസ് സർക്കാർ ഇരുന്നപ്പം. കേരളത്തിലല്ല സാറേ, ഛത്തീസ്ഗഡിൽ നേരത്തെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ശരിയാണ്. ഛത്തീസ്ഗഡിൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് ഇത്രയും മകളും ഉണ്ടായിട്ടില്ല. ശരി, ഓക്കെ. ശരി, ശ്രീ രമേശാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ രമേശ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഈ രാഷ്ട്രീയക്കാര് കള്ളന്മാരാ, കംപ്ലീറ്റ് ഉടായ്പകളാണെല്ലാം. ഇതൊന്നുമല്ല, ഇതെല്ലാവരും ഇടതുപക്ഷവും വലതുപക്ഷവും BJP ഒക്കെ. ഹലോ, അങ്ങനെ പൂർണ്ണമായും പറഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാരൊക്കെയാണ് ഈ ഇവരുടെ മോചനത്തിന് വേണ്ടി ഈ വിഷയം സജീവമാക്കി നിർത്തിയതും ഈ വിഷയത്തിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരുന്നതും ഒക്കെ ഈ അതേ രാഷ്ട്രീയക്കാർ തന്നെയാണ്. അവരങ്ങനെ എല്ലാം കള്ളന്മാരാണ്, കുഴപ്പക്കാരാണെന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഇവർ ഇപ്പോഴും ജയിലിൽ തന്നെ കിടന്നേനെ. അവര് ജയിലിൽ കിടക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവരുടെ നാട്ടിലുള്ള സാധാരണക്കാരന്റെ കാര്യമൊന്നും ഇവർക്ക് അന്വേഷിക്കാനൊന്നും സമയമില്ല. ഇവര് കാടപ്പോയൊരു ഷോ കാണിക്കാനാണ് സമയം. അതാണ് പ്രശ്നം. ഇതും 2 സാധാരണക്കാരായ കന്യാസ്ത്രീകളാണ് ഇവിടുത്തെ. ഹലോ,
ശരി, ശ്രീ സന്തോഷാണ് തൃശ്ശൂരിൽ നിന്നാണ്. ശ്രീ സന്തോഷ്, താങ്കൾ എങ്ങനെയാണ് ഈ മറ്റേ ഈ ചാനൽ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാനുള്ള ഒരു മത്സരം കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ പല സ്ഥലത്തും ഈ നേതാക്കന്മാർ തമ്മിൽ. ചിലരുടെയൊക്കെ അവകാശവാദങ്ങൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ചിരി വരിക കൂടി ചെയ്യും. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? രാഷ്ട്രീയക്കാരെ വെറും ഒരു ഗിമ്മിക്കല്ലേ, വളരെ മോശമായിട്ടുള്ള രാഷ്ട്രീയക്കാര് ആരാണ് എന്താണെന്ന് അറിയാത്ത രീതിയിലുള്ള ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ മുന്നേ എന്നുള്ള ഇതിൽ പോയിക്കൊണ്ടിരിക്കല്ലേ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് യൂട്യൂബിലെ ചില കമൻറ്റുകൾ കൂടി ഇതിനിടയിൽ വായിക്കേണ്ടതുണ്ട്. മാധ്യമങ്ങളുടെ കടമ നിർവഹിക്കുന്നു, മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുന്നതിന് എന്ന് ചോദിക്കുന്നു സുനിമോൾ. ഗ്ലാഡിയേറ്റർ പറയുന്നു, ബ്രിട്ടാസ് ഓട്ടോ വിളിച്ചു, സിസ്റ്റർമ്മമാർ രാജീവ് ചന്ദ്രശേഖരൻ്റെ കാറിൽ കയറിപ്പോയി, ആകെ മൊത്തം ശശിയായി എന്നൊക്കെ ഗ്ലാഡിയേറ്റർ പറയുന്നു. കേരളത്തിലുള്ളവർ വിവരമുള്ളവർ തന്നെ എന്ന് രവീന്ദ്രൻ കാഞ്ഞിരപ്പള്ളി ഒഴിച്ച് തർക്കം ഇല്ലല്ലോ എന്ന് ഷാജി ഭാസ്കരൻ ചോദിക്കുന്നു. ഗോളാന്തര യാത്ര ജിയോവ പോട്ടെ, ഗോളാന്തര യാത്ര നീ എന്തോ വേർക്ക് ആർക്കാണ്ട് എതിരെയൊക്കെയുള്ള ഗോളാന്തര യാത്രയുടെയാണ് വർത്തമാനങ്ങളാണ് അതിൽ കൂടുതൽ വരുന്നത്. സുനിൽകുമാർ പറയുന്നത്, ഛത്തീസ്ഗഡിലെ കോൺഗ്രസ്സുകാർ മിണ്ടാത്തത് എന്താ സാറേ, ഇന്ത്യയിലെ മൊത്തം പ്രശ്നവും കേരളത്തിലാണോ പരിഹരിക്കുന്നതെന്ന് സുനിൽകുമാർ ചോദിക്കുന്നു. ഛത്തീസ്ഗഡ് ഭൂപേഷ് ബാഗൽ തന്നെ, കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി തന്നെ ആ വിഷയത്തിൽ ഇടപെടുകയും ഒക്കെ ചെയ്തിരുന്നു. ശ്രീ പിണറായി വിജയൻ്റെ അതെല്ലാം ഒരു നിങ്ങൾ കുറേ കൂടി മാന്യമായിട്ടൊക്കെ ഗോളാന്തര യാത്ര എന്തെങ്കിലുമൊക്കെ എഴുതി കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ വായിക്കാം. അതെന്താ അന്തം കമ്മി, അത് ബൂർഷ്വാ ചാനലിലെ വർക്ക് ചെയ്യുന്നു, അതാണ് വിരോധാഭിവാസം എന്നൊക്കെ പറയുന്നു ഗോളാന്തര യാത്ര. അങ്ങനെ താങ്കൾ കുറേ കൂടി മാന്യമായി രാഷ്ട്രീയമൊക്കെ പറഞ്ഞാൽ താങ്കളുടെ ഇത് വായിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. പക്ഷേ പലപ്പോഴും താങ്കൾ ഈ നിലവാരം കുറഞ്ഞ കാര്യങ്ങളാണ് ഇതിൽ കൂടുതലും എഴുതുന്നത്, അതുകൊണ്ട് തന്നെ വായിക്കാൻ പ്രയാസമുണ്ട്. എന്തായാലും ഗോളാന്തര യാത്ര ഞാനിങ്ങനെ പറയുന്നതുകൊണ്ട് യഥാർത്ഥ പേര് മറ്റെന്തോ ആണ്, അതെനിക്കറിയാം. നിങ്ങൾ പണ്ട് യൂട്യൂബാണെന്നാണ് അവകാശപ്പെട്ടത്. ശ്രീ സൂര്യനാരായണനാണ്. ശ്രീ സൂര്യനാരായണനാണ് ചാലക്കുടിയിൽ നിന്ന്. ശ്രീ സൂര്യനാരായണൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. ഇതിപ്പോ ഒരു രാഷ്ട്രീയ കളിയാണെങ്കിലും ഇതിൽ കുറച്ച് സത്യങ്ങളുണ്ട്. ഇതിപ്പോ അവർക്കെതിരെ കേസില്ല എന്നുള്ളപ്പോ അവർക്ക് ഇപ്പൊ ജാമ്യം കിട്ടിയല്ലോ. അവരത്ര ശിക്ഷ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ജാമ്യം കിട്ടുമായിരുന്നില്ല. എന്നാൽ സത്യമായിട്ടും ശരിക്കും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ശരിക്കും നടക്കുന്നുണ്ട്, നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. അത് ആരും പ്രതികരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് തന്നെ സ്വന്തമായിട്ട് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളുടെ വീട്ടിൽ തന്നെ അച്ഛന് സുഖമില്ലാണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഡിവിയിൽ നിന്നൊക്കെ ഇങ്ങനെ കന്യാസ്ത്രീമാര് വന്ന് നിങ്ങള് യേശുവിൽ വിശ്വസിക്കൂ, നിങ്ങളുടെ അച്ഛന്റെ അസുഖം മാറുന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യം. നമ്മുടെ കേരളത്തില് ഇതേമാതിരിയുള്ള സംഘടനകളും ഹിന്ദു തീവ്രത ഉള്ള ആൾക്കാരില്ലാത്തതുകൊണ്ട് അതൊരു പ്രശ്നമായിട്ട് വരില്ല. പുറത്തൊക്കെ ഹിന്ദു തീവ്രത പറഞ്ഞതുകൊണ്ട് ഇതിപ്പോ ഒരു പ്രശ്നമായി. അത് ഏറ്റവും കൂടുതൽ പ്രശ്നമായത് കേരളത്തില്. നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ള സംഘടനകൾ, ഹിന്ദു തീവ്രതയുള്ള സംഘടനകളൊന്നും കേരളത്തിലില്ല. അവിടെ ഇപ്പോ ഈ ഛത്തീസ്ഗഡിലൊക്കെ അങ്ങനെ തീവ്രമുള്ള സംഘടനകളുണ്ട്. ഇപ്പൊ എന്റെ സ്വന്തം അനുഭവത്തിലുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് നാട്ടില്, കേരളത്തിൽ നടക്കുന്നുണ്ട്. അതാരും പുറത്ത് പറയുന്നില്ല എന്നുള്ളൂ. കേരളത്തിൽ അങ്ങനെ പുറത്തു പറയാത്ത കാര്യം എന്താണ്? കേരളത്തിലെ പോലെ എന്തെങ്കിലും ഒരു ചെറിയ വിഷയം വന്നാൽ പോലും വലിയ വാർത്തയാവുന്ന ഒരു സംസ്ഥാനമല്ലേ അത്? ഛത്തീസ്ഗഡിലേക്ക് എത്ര ഇരട്ടി. അല്ല, ഇത് ഞാൻ പറയണത് ചാനൽ കണ്ടിട്ടോ അല്ലെങ്കിൽ സ്വന്തം അനുഭവത്തിൽ ഞങ്ങളുടെ വീട്ടിൽ ഒരാൾക്ക് ശ്രീ സൂര്യനാരായണൻ, ഒരാളിന് അയാളുടെ മതം പ്രചരിപ്പിക്കുന്നതിന് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശമാണ്. എനിക്കും താങ്കൾക്കും നിങ്ങളുടെ മതം പ്രചരിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പ്രചരിപ്പിക്കാം. എന്റെ സാറേ, ഈ നിയമം തന്നെ ആദ്യം എടുത്ത് കളയണം. അതെന്താണ്? ഓരോ മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം ഓരോരുത്തരുടെ അവകാശമല്ലേ? അല്ല, എനിക്ക് വേണമെങ്കിൽ ക്രിസ്തുവില് വിശ്വസിക്കാം. ഞാൻ ലോട്ടറി ടിക്കറ്റ് എടുക്കണ മാതിരി മൈക്കിൽ വിളിച്ചിട്ട് നടക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ റോട്ടിലൊക്കെ നമ്മുടെ നാട്ടിൽ അത് എല്ലാ അമ്പലങ്ങളും പള്ളികളും ഒക്കെ ആളുകൾ ഓരോ മതവും ഓരോ രീതി ചെയ്യുന്നു. അതിനിപ്പോൾ ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ നിരപരാധികളായിട്ടുള്ള കന്യാസ്ത്രീകൾ പോയത്. അതും ഇതുമായിട്ട് എന്താണ് ബന്ധം? കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഒരാൾക്ക് മതം പ്രചരിപ്പിക്കുന്നതിനോ, അത് ഏത് മതമായിക്കോട്ടെ, അത് ഈ ഹിന്ദു മതമായാലും ക്രിസ്ത്യൻ മതമായാലും ഇസ്ലാം മതമായാലും ജൈന മതമായാലും ബുദ്ധമതമായാലും ആർക്കും അവരുടെ മതം പ്രചരിപ്പിക്കാം. അതിന് യാതൊരു തടസ്സവുമില്ല. അല്ല, മതം പ്രചരിപ്പിക്കും. നമ്മുടെ ഭരണഘടന തന്നെയാണ് ആദ്യം മാറ്റേണ്ടത്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. പിന്നെ മതം പ്രചരിപ്പിക്കുന്നതിന് എന്താണ് കുഴപ്പം? അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാനും നിങ്ങളും ഒക്കെ ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ടത്? എങ്ങനെയാണ് എന്റെ നിങ്ങളുടെയൊക്കെ അച്ഛനും അമ്മയും ആ മതത്തിൽപ്പെട്ടതുകൊണ്ട് നമ്മൾ ആ മതത്തിൽപ്പെട്ടു. അല്ലാതെ ഈ മതം വായിച്ച് മനസ്സിലാക്കി അതിന്റെ ബോധവൃത്തി ഉൾക്കൊണ്ട് വല്ലതും ഏതെങ്കിലും മതം സ്വീകരിച്ചവരാണോ? അല്ലല്ലോ. അല്ല, എനിക്ക് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളോട് പറയാം, നിങ്ങൾ നമ്മുടെ ഹിന്ദു മതത്തിൽ വിശ്വസിക്കണമെന്ന് പറയാം.
ഇത് മൈക്ക് വെച്ചും കാര്യങ്ങളും അതെങ്ങനെയാണ്? ഞാനതാ പറഞ്ഞത് ശ്രീ സൂര്യനാരായണൻ, താങ്കൾ വിശ്വസിക്കുന്നതും താങ്കളെ ഒരു മതത്തിൽപ്പെട്ടത്, ഇനി ഏത് മതക്കാരനായിക്കോട്ടെ, മഹാഭൂരിപക്ഷം പേരും മതത്തിൽ പെട്ടുപോകുന്നത് അച്ഛനും അമ്മയും ആ മതത്തിലായതുകൊണ്ട് ഞാൻ ആ മതത്തിലാവുന്നു, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു മതത്തിന്റെ സാരം വായിച്ചിട്ട് എനിക്ക് കൊള്ളാവുന്ന ഒരു മതം ഇതാണ്, അല്ലെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞ് മതം സ്വീകരിക്കാമെന്നുള്ള വ്യവസ്ഥയൊക്കെ വേണം. അതുവരെ മതമില്ല എന്ന് പറയണം. അല്ലാത്തടത്തോളം കാലം നമുക്ക് ഈ മതത്തിന് എന്താണ് പറയാൻ കഴിയുന്നത്? ഏതെങ്കിലും ആളുകൾ ആശയം അറിഞ്ഞാണോ മതത്തിൽ ചേരുന്നത്? അല്ല സാർ, ഒരു കാര്യം ചെയ്യും. ഇപ്പൊ നമ്മുടെ റോഡുകളിൽ നടക്കുമ്പോ കർത്താവാണ് ദൈവം, കർത്താവിൽ വിശ്വസിക്കും, അങ്ങനെ പറയുന്നത് എന്താണ് കുഴപ്പം? അതിനെന്താണ് കുഴപ്പം? അതാണ് കുഴപ്പം. ആ പറയണതാണ് കുഴപ്പം. എത്രയോ അത് സൂര്യനാരായണൻ, താങ്കൾക്ക് അത് കേൾക്കുന്നത് എത്രയോ അമ്പലങ്ങളിൽ എത്രയോ ദൈവങ്ങളെ കുറിച്ചുള്ള ഭക്തിഗാനങ്ങൾ കാര്യങ്ങൾ കേൾക്കുന്നു. എത്രയോ ഈ പറയുന്ന പോലെ ക്രിസ്ത്യൻ സുവിശേഷകർ അവരവരുടെ കാര്യം പറയുന്നു, അമ്പലങ്ങളുടെ കാര്യം പറയുന്നു. അതൊക്കെ സാധാരണമല്ലേ? അത് അവരവരുടെ ഇഷ്ടമാണ്, അവനവരും വിശ്വസിക്കുന്നത്. പക്ഷെ അത് നിങ്ങൾ വിശ്വസിക്കൂ, കർത്താവിൽ വിശ്വസിക്കൂ. നിങ്ങൾക്ക് 42 ദിവസം ഇത് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുള്ള സംഭവമാണ്. അതിനെന്താണ് കുഴപ്പം? അങ്ങനെ വീട്ടിൽ വരുമ്പോൾ താങ്കൾക്ക് താല്പര്യമില്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ല. നിങ്ങളുടെ വീട്ടിൽ പല രാഷ്ട്രീയ പാർട്ടിക്കാർ വരും, ചോട്ടി ചോദിച്ചു വരും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീട്ടിൽ വരുന്നതുകൊണ്ട് അവർ ഭീഷണിപ്പെടുത്തി എന്ന് പറയാൻ കഴിയുമോ? അങ്ങനെയാണ് ആളുകൾ അവരവരുടെ മതം പ്രചരിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ വീട്ടിൽ വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ തള്ളിക്കളയാം. ഇതിപ്പോ എന്നെ പോലെ ആയിരിക്കില്ല മറ്റാൾക്കാർ. അതുപോലെ ആവണം. അല്ല, കുറച്ച് തീവ്രതയുള്ള ആൾക്കാരാണ്. തീവ്രത അങ്ങനെ പാടില്ല. ഈ രാജ്യത്ത് അങ്ങനെ തീവ്രത ആർക്കും നിലപാടെടുക്കാനുള്ള അവകാശമൊന്നുമില്ല. ഇന്ത്യൻ ഭരണഘടനയിൽ അനുസരിച്ച് ജീവിക്കേണ്ടവരാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട് നന്നായില്ല സാറേ. ശരിയാ, നാട് നന്നായനെ എന്ന് പറയുന്നത് ശരി. സൂര്യനാരായണൻ അത് സംഭവിച്ചു. ശ്രീ ഷാജിയാണ് കൊല്ലത്ത് നിന്നും. ശ്രീ ഷാജിയിലേക്ക് വരുമ്പോൾ തോന്നുന്നുണ്ട് ഫേസ്ബുക്ക്, വാട്സാപ്പിൻ്റെ, സോഷ്യൽ മീഡിയ, യൂട്യൂബിലെ കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. പാവം ജോസഫ് മാഷിൻ്റെ കൈയും വെട്ടി ആ കുടുംബം കുളം തോണ്ടിയപ്പോൾ ഒറ്റ ബിഷപ്പും കന്യാസ്ത്രീയും വിശ്വാസിയും സാറിൻ്റെ കൂടെ നിന്നില്ല, എന്തേ മുട്ടിടിച്ചോ എന്ന് ചോദിക്കുന്നു സുനിൽകുമാർ. ജോവ പറയുന്നു BJP നേതാവ് PC ജോർജ് ആയിരുന്നു അന്ന് ഫ്രാങ്കോയുടെ മൈക്ക് എന്ന് പറയുന്നു. അവതാരകൻ ഒരു ഭാഗം രാഷ്ട്രീയം മാത്രം പറയുന്നു, നിഷ്പക്ഷ മാധ്യമപ്രവർത്തനമാണ് ആവശ്യമെന്ന് ആഞ്ജനേയ പറയുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു പക്ഷവും ഒന്നും പറയുന്നില്ല. ഒരു പക്ഷം തെറ്റായ കാര്യങ്ങൾ പറഞ്ഞാൽ അത് തെറ്റാണ് എന്ന് തന്നെ ചൂണ്ടിക്കാണിക്കേണ്ടി വരും ആഞ്ജനേയ. അല്ലാതെ നിങ്ങൾ പറയുന്നതെല്ലാം കേട്ട് മൂളുക എന്നുള്ളതല്ലോ. നമ്മൾ കൂടെ അറിയാവുന്ന, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരാൾ മാത്രമല്ലോ കേൾക്കുന്നത്, ഈ ചാനലിലൂടെ മറ്റു ആയിരങ്ങൾ കേൾക്കുന്നതല്ലേ. സ്വാഭാവികമായും അങ്ങനെ പറയേണ്ടി വരും. അങ്ങനെ ലോകത്തുള്ള എല്ലാം നോക്കുന്നവർ എന്തുകൊണ്ട് ബംഗ്ലാദേശിൽ നടന്ന ഹിന്ദുക്കൾക്ക് പറ്റിയ കാര്യം ആരും ഒന്നും പറയുന്നത് കണ്ടില്ല, ഒരു പ്രകടനവും കണ്ടില്ലല്ലോ എന്ന് ഹെനൻ ഹരിദാസ് പറയുന്നു. അതും ഇന്ത്യയിൽ വലിയ വിഷയമായിട്ടൊക്കെ വന്ന് ചർച്ചയായതുമൊക്കെയാണ്. ബംഗ്ലാദേശിലെ ഈ വിഷയമൊക്കെ രാഷ്ട്രീയ ചർച്ച കൂടിയായതാണ്. അതോടൊപ്പം തന്നെ കിരണെ താൻ കാണാൻ പോണ പൂരം പറഞ്ഞു അപേക്ഷിക്കേണ്ട, താൻ ഹിറ്റ് ലിസ്റ്റിലുള്ള ആളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ സാമ്പത്തിക സോഴ്സ് മുഴുവൻ ഞങ്ങളങ്ങ് ചെക്ക് ചെയ്യും എന്ന് ഗോളാന്തര യാത്ര. ഇത് തമാശയാണ് തോന്നുന്നത്. താങ്കൾ ഇനി ഒറിജിനലായിട്ട് പറയുന്നതാണോ? ആണെങ്കിൽ ആയിക്കോട്ടെ, നല്ല കാര്യം. താങ്കൾക്ക് ധൈര്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താങ്കൾക്ക് ചെയ്യാം, അതിന് യാതൊരു കുഴപ്പവുമില്ല. ഇതൊക്കെ ഇങ്ങനെയൊക്കെ മാധ്യമപ്രവർത്തന ജീവിതം നടത്തേണ്ടി വരുമ്പോൾ ഇത്തരം പല ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ വരാറുണ്ട്. എനിക്കത് തമാശയായിട്ടാണ് തോന്നുന്നത്, താങ്കളെ ഒരു വലിയ തമാശയായി കൂടി തോന്നുന്നു. അത് താങ്കൾ എന്തായാലും നടക്കട്ടെ, താങ്കളുടെ അന്വേഷണമൊക്കെ നടക്കട്ടെ. ശ്രീ രമേശാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ രമേശ്, താങ്കൾ എങ്ങനെയാണ് ഇത്തരമൊരു വിഷയത്തെ സമീപിക്കുന്നത്? ശ്രീ ഷാജിയാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ ഷാജി പറഞ്ഞോളൂ. ഹലോ, നമസ്കാരം. നമസ്കാരം കിരണ. അല്ലെ, എന്തായാലും അവർക്ക് ജാമ്യം കിട്ടിയതിൽ ഞാനും ആശ്വാസം കണ്ടെത്തുകയാണ്. അപ്പൊ BJPയുടെ ഒരു അവകാശവാദം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ തല്ലുന്നതും നീയെ തടവുന്നതും നീയെ എന്ന് പറയേണ്ടി വരും. അവരുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇരയ്ക്കൊപ്പം നിൽക്കുക, വേട്ടക്കാരനൊപ്പം ഇരയ്ക്ക് പിന്നാലെ ഓടുക. ഇതാണ് അവര് ഈ ന്യൂനപക്ഷ സമുദായം, പ്രത്യേകിച്ച് വടക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ക്രിസ്ത്യൻ മിഷനറിയുടെ പിന്നാലെയുള്ള അവരുടെ ഒരു പ്രവർത്തനം. ഇതെല്ലാം കഴിഞ്ഞു. ഇനിയും ചെമ്പ് കിരീടവുമായി ഗുരുത്തോലയും പിടിച്ച് അഭിനയിച്ചുകൊണ്ട് തന്നെ ആളുകൾ വരും. അപ്പോഴവരോടൊപ്പം ഫ്രാങ്കോയ്ക്ക് പിന്തുണ കൊടുത്ത അപ്പനും മകനും കൂടെ ഉണ്ടാവും. PC ജോർജിന്റെ മകനും കൂടെ ഉണ്ടാവും. ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നാടകങ്ങൾ കാണാം. കേരളം കാത്തിരിക്കുന്നു. എനിക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ. ശരി. ഇതിന് ശേഷവും ഗോളാന്തര യാത്ര മറ്റൊരു മോശം കമൻറ്റ് കൂടി ഷൈജു കിരിയത്തിനെതിരെ ഇട്ടിരിക്കുന്നു. ഇവിടെ ഒരാളിനെയൊക്കെ ഒരു സാമാന്യ മര്യാദ വേണം. ഒരു വീട്ടിലിരിക്കുന്ന അമ്മയും അച്ഛനെയും ഒക്കെ പറയുന്നതല്ല ശ്രീ ഗോളാന്തര യാത്രയുടെ പിന്നിൽ നിൽക്കുന്ന ആരായാലും
എല്ലാവരും ഓരോ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ മക്കളാണ്. ആരെങ്കിലും ഒരാൾ അഭിപ്രായം പറയുമ്പോൾ അവരുടെ അച്ഛനെയും അമ്മയും ഒക്കെ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അന്തസ്സുള്ള മാന്യതയുള്ള മനുഷ്യർക്കൊന്നും ചേർന്നല്ല. താങ്കളുടെ ഈ പ്രതികരണം പലതും കാണുമ്പോൾ തന്നെ അങ്ങനെ അന്തസ്സും മാന്യതയൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ എന്നാലും ഇങ്ങനെയൊക്കെ ഒരു പൊതുവേദിയിൽ ഇടുമ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, ഈ കന്യാസ്ത്രീകളുടെ 9 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ഇന്നിപ്പോൾ ജാമ്യം കിട്ടിയിരിക്കുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികളിലെ പലരും ജാമ്യത്തിൻ്റെ ക്രെഡിറ്റിന് വേണ്ടിയുള്ള ഒരു മത്സരത്തിലാണ്. ചിലരുടെയൊക്കെ ഈ മത്സരം കാണുമ്പോൾ നമുക്ക് തമാശ കൂടി തോന്നും. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കേരളത്തിലെ ഭരണാധികാരികളും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നതിന്റെ ഫലമായിട്ടാണ് യഥാർത്ഥത്തില് കന്യാസ്ത്രീകൾ 8 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം 9ാം ദിവസം ഇന്ന് പുറത്തിറങ്ങിയിരിക്കുന്ന എന്നൊരു വിശ്വാസമാണ്. നമ്മളെല്ലാവരും ഒന്നിച്ചാൽ ഉണ്ടാകുന്ന ഒരു നേട്ടം നമ്മൾ കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇതാണ് റിയൽ ക്ലിയർ കേരള സ്റ്റോറി എന്ന് തന്നെ പറയാം. ഇങ്ങനെ നമ്മൾ ഒന്നിക്കുകയാണെങ്കിൽ നമ്മുടെ അവകാശങ്ങളും നമ്മുടെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയും. പക്ഷെ നമ്മൾ ഒന്നിക്കുന്നില്ല. ഇങ്ങനെ ഒന്നിച്ചാൽ അറിയാലോ, നമുക്ക് ആൾക്കൂട്ട കുറ്റവിചാരണ നടത്തി, സ്റ്റേഷനിലകത്ത് നിന്ന് പോലും ആൾക്കൂട്ട വിചാരണ നടത്തിയ 2 കന്യാസ്ത്രീകൾ. അവിടെ നിയമപാലകർ നോക്കി നിൽക്കുകയാണ് ഇവർ ഇതൊക്കെ ചെയ്ത്. അവരുടെ പേരിൽ ഒരു നടപടിയോ ഒരു സംഗതിയോ ചെയ്തില്ല. എന്നിട്ടും അവർ പറയുകയാണ് ഇവർ കുറ്റവാളികളാണ്, ഇവർ മതപരിവർത്തനം നടത്താൻ വന്നവരാണ്, ഇവർ മനുഷ്യ കള്ളക്കടത്ത് നടത്താൻ വന്നവരാണ് എന്നൊക്കെ മുറവിളി കൂട്ടിയിട്ടും അവരെ പേരിലല്ലേ ഇനി നടപടി എടുക്കേണ്ടത്? ഇവർ തെറ്റുകാരല്ലെങ്കിൽ അവരെ പേരിൽ നടപടി ഗവൺമെന്റ് എടുക്കേണ്ടല്ലോ. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി പോലും ഇന്നലെ അനങ്ങിയിട്ടില്ല. അമിത്ഷായുടെ വർത്തമാനത്തിന് പോലും വിലയില്ല എന്ന രൂപത്തിലായിരുന്നു കോടതിയിൽ ഇന്നലെ വീണ്ടും ഇവർ തെറ്റുകാരാണെന്ന് വാദിച്ചിട്ട് പോലും ഇന്ന് യഥാർത്ഥത്തിൽ അവർക്ക്. റഷീദ് കൊയിലാണ്ടി, അതിനകത്ത് ഒരു ചെറിയ തിരുത്തുണ്ട്. അങ്ങനെ ഇവർക്ക് ജാമ്യം നൽകരുത് എന്നൊരു ഉറച്ച നിലപാട് കോടതിയിൽ സ്വാഭാവികമായും ജാമ്യത്തെ എതിർക്കേണ്ടി വരും. അതിനുശേഷം അങ്ങനെ ഒരു ഉറച്ച നിലപാട്, ജാമ്യം പുറത്തു പോയി കഴിഞ്ഞാൽ അത് അപകടമാണ്, കേസിനെ സ്വാധീനിക്കും. അങ്ങനെ ഒരു നിലപാടിലേക്ക്, അങ്ങനെ ഒരു കടുത്ത നിലപാടിലേക്ക് അവർ പോയില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. പ്രോസിക്യൂഷൻ അവിടെ നിശബ്ദരായിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷെ നിശബ്ദരായിട്ടല്ല ഇരുന്നത്. എന്നിട്ട് പോലും അതാ പറഞ്ഞത്, എന്നിട്ട് പോലും അവർക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവർ കുറ്റവാളികളല്ലല്ലോ. അപ്പം അങ്ങോട്ടുള്ള ശ്രീ റഷീദ്, ഈ ജാമ്യവും കുറ്റത്തിന്റെ മെറിറ്റിലേക്ക് പോയൊന്നും അല്ല ജാമ്യം കൊടുക്കുന്നത്. അതിന് അങ്ങനെ കുറ്റവാളികളാണോ ഇല്ലയോ നിയമപരമായി പറയണമെങ്കിൽ സ്വാഭാവികമായി ഇത് കഴിയേണ്ടി വരും. അല്ല, അമിത്ഷാ പറഞ്ഞതുപോലെ ആണെങ്കിൽ അവരെ എല്ലാ ഇതിൽ നിന്നും കേസുകളിൽ നിന്ന് പിൻവലിച്ച് അവരെ, അത് വേറെ കാര്യം. കേസ് പിൻവലിക്കുന്ന അത് അങ്ങനെ പിൻവലിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ കാര്യം. ഞാൻ കേസിന്റെ കാര്യം, എന്റെ നിയമപരമായ കാര്യങ്ങൾ പറഞ്ഞാണ്. ശ്രീ കൃഷ്ണകുമാറാണ് പാലക്കാട്. ശ്രീ കൃഷ്ണകുമാർ, താങ്കൾ എങ്ങനെയാണ് ഇത്തരം ഒരു ക്രെഡിറ്റ് അവകാശവാദത്തിന് വേണ്ടിയുള്ള ഒരു മുറവിളി അല്ലെങ്കിൽ തള്ളിക്കയറ്റത്തെ കാണുന്നത്? നമസ്കാരം. ഇപ്പൊ ഈ പറഞ്ഞ ഈ ഒരു പോയിന്റിനകത്ത് എനിക്ക് തോന്നിയ 1-2 പോയിന്റുകൾ പറയാം. ആദ്യമായിട്ട് ഇപ്പൊ ഈ ഒരു കേസിൽ ഈ കന്യാസ്ത്രീകളെ ആൾക്കൂട്ടം മർദ്ദിച്ച ഒരു സംഭവത്തെ വളരെ ഒരു മോശമായി പോയി, അല്ലെങ്കിൽ അത് തീരെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, എനിക്ക് മനസ്സിലായ കാര്യമാണ്, സാറിന് തിരുത്താൻ കഴിയുമെങ്കിൽ തിരുത്തിക്കോളൂ. ഇപ്പൊ 2006 മുതലേ അവിടെ നിർബന്ധിത മത പരിവർത്തന നിയമ നിരോധനം വന്നിട്ടുണ്ട്. അപ്പോ ഇതിൽ മതപരിവർത്തനം എന്നുള്ള പോയിന്റ് മാറ്റി നിർത്തിയിട്ട് ഒരു മനുഷ്യക്കടത്ത് എന്നുള്ള ഒരു 2 ചാർജാണ് തോന്നുന്നു അവർക്കെതിരെ ചുമത്തിയിരുന്നത്. ഒപ്പം ഉണ്ടായിരുന്ന 3 പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടി സ്വാഭാവികമായും പോലീസുകാരനോട് പറഞ്ഞു, എന്റെ സമ്മതത്തോടെ അല്ല എന്നെ കൊണ്ടുപോകുന്നത്. ഈ കുട്ടികളുടെ ഒരു രേഖയും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. ഞാൻ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസുകാർ ആദ്യം ഈ കേസ് ചാർജ് ചെയ്യുന്നത്. ശ്രീ സന്തോഷ് കൃഷ്ണകുമാർ, അതിനകത്ത് ഈ പോലീസുകാരുടെ വെർഷൻസ് ആണ് ഇതെല്ലാം. ഈ പോലീസുകാർ അതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. ഇവരെ അവിടെ ഇരുത്തിക്കൊണ്ട് ഒരു കൂട്ടം ആളുകൾ, ബജറംഗ് പ്രവർത്തകർ ഇവരെ ചോദ്യം ചെയ്യുന്നതും അവരെ ഭീഷണിപ്പെടുത്തുന്നതും അടിക്കുമെന്നും അടിച്ച് കൈയൊടിക്കുമെന്നും ഒക്കെ പറയുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. ആ സമയത്ത് അവർ ചോദിക്കുന്നതിൻ്റെ ഉത്തരമായിട്ട് പറയുന്ന കാര്യങ്ങളല്ല. അത് പോലീസ് പ്രത്യേകിച്ച് അന്വേഷിച്ച് അതിലെന്തെങ്കിലും ആ സമയത്ത് കണ്ടെത്തിയിരുന്നോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല.
അല്ല ഈ പോലീസുകാരുടെ പ്രസൻസിലാണല്ലോ ഈ പോലീസുകാരാണല്ലോ ഈ അത് കുട്ടിയുടെ അത് തന്നെ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ എടുത്തിരിക്കുന്നത്. കൃഷ്ണകുമാർ? ഒരു നാട്ടിൽ അല്ല സാർ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ആൾക്കൂട്ടം എടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് കോടതിയിൽ എത്തുമ്പോൾ എന്തുകൊണ്ട് ആ സെഷൻസ് കോടതി അത് തള്ളിക്കളഞ്ഞു? സെഷൻസ് കോടതി എന്തുകൊണ്ട് അവരുടെ ജാമ്യത്തെ തള്ളിക്കളഞ്ഞു? ആൾക്കൂട്ട സ്റ്റേറ്റ്മെന്റ് ആണ് ആ കോടതിക്ക് ബോധ്യപ്പെടില്ലേ? അപ്പൊ അല്ല, അത് അതിനകത്ത് കേസിന്റെ ഒരു വിചാരണ conflict വേളയിലല്ലേ ഇല്ലേ? വരും? ഇത് ഏതൊക്കെ കേസിന്റെ വിചാരണ വേളയിൽ അത്തരം മെറിറ്റിലേക്ക് പോകും? ഞാൻ ചോദിക്കുന്നത് നേരിട്ട് ഇപ്പൊ ഇവരുടെ ആദ്യ ജാമ്യാപേക്ഷ അല്ല അതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ല, ഇതിനു മുമ്പുള്ള ജാമ്യാപേക്ഷ ആ കോടതിയുടെ പരിഗണനയിൽ അല്ല വരേണ്ടത്. ഈ ഓരോ ജാമ്യവും പരിഗണിക്കാൻ കോടതിയുടെ ഒരു അധികാര പരിധി ഉണ്ടല്ലോ, ആ പരിധിയിലല്ല വരേണ്ടതുകൊണ്ട് അവർ നിർദ്ദേശിച്ചു ഇതിന്റെ അത് NIA കേസിന്റെ, അത് മനുഷ്യക്കടത്ത് അടക്കമുള്ളത് കൊണ്ടായത് NIA കോടതിയുടെ പരിധിയിലേക്ക് അത് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ NIA കോടതിയുടെ പരിധിയിൽ വന്നു, അവിടെ അപേക്ഷ കൊടുത്തു. അത് മറ്റേത് നിയമപരവും സാങ്കേതികമായ വിഷയമാണ്. അല്ല, ഞാൻ എന്റെ വളരെ പരിമിതമായ ഒരു അറിവ് ചോദിച്ചോട്ടെ. ഇപ്പോ പോലീസ് ഒരു FIR ഇട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളതിനെ കസ്റ്റഡിയിൽ വെച്ചിട്ട് നമുക്ക് ഏറ്റവും ലഭ്യമായ ഒരു ഫസ്റ്റ് നമുക്ക് ലഭ്യമായ ഒരു കോർട്ടിൽ ചെല്ലുമ്പോൾ സ്വാഭാവികമായും ആ ജാമ്യാപേക്ഷ ഒട്ടും പരിഗണിക്കാതെ അടുത്ത ഇത് ഞങ്ങളുടെ തലത്തിലല്ല എന്നല്ല അവിടെ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ല, അത് താങ്കൾ ഒന്നുകൂടി പത്രങ്ങളും ചാനലുകളും ഒക്കെ സൈറ്റിലെല്ലാം ഉണ്ട്. അത് ആ കോടതിയുടെ അധികാര പരിധിയിലല്ല, അത് വരേണ്ടത് NIA കോടതിയിലാണ് എന്നുകൊണ്ടാണ് NIA കോടതിയിലേക്ക് നിർദ്ദേശിച്ചത്. ഓക്കെ സാർ, അപ്പോൾ ഞാൻ മനസ്സിലാക്കിയതിൽ മിസ്റ്റേക്ക് ആവാം. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇവിടെ ഒരു അല്പം പൊളിറ്റിക്സ് പറയുകയാണെങ്കിൽ ഇപ്പോ ഒരു BJP ഒരു ക്രിസ്ത്യൻ വോട്ട് ബാങ്കിലേക്ക് കുറച്ചായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ഇത് പൊതുവെ കേരളത്തിൽ ഒരു പിക്ചർ തെളിഞ്ഞു വരുന്ന പോലെ തോന്നി. ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പോ തൃശ്ശൂര് സുരേഷ് ഗോപിയുടെ വിജയവും അതുപോലെ ഈ നമ്മുടെ തീരപ്രദേശങ്ങളിലൊക്കെ BJPക്ക് കിട്ടുന്ന വോട്ടുകളും ഇങ്ങനെയൊക്കെ. അപ്പൊ ഇവിടുത്തെ ഷോപ്പിനെ കുറിച്ച് സാർ കുറച്ച് മുന്നേ പറഞ്ഞപ്പോ സത്യത്തിൽ ഇത് BJP അടിക്കാൻ കിട്ടിയ ഒരു വടിയായിട്ട് ഇവര് കണ്ടു. സത്യത്തിൽ എനിക്ക് അങ്ങനെ തോന്നിയത് ഇതിലൊരു 75% അങ്ങനെ തന്നെയായിരിക്കാം. സ്വാഭാവികമല്ലേ ശ്രീകൃഷ്ണകുമാർ? BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് നിന്ന് കേരളത്തിൽ നിന്നുള്ള 2 ക്രൈസ്തവ സന്യാസിനിമാർക്കെതിരെ കേസെടുക്കുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ ബിഷപ്പുമാരെയൊക്കെ കണ്ട് BJP നേതാക്കൾ അവരുമായി സൗഹൃദം പങ്കിടുകയും അത്തരമൊരു അടുപ്പമുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ മറ്റു പാർട്ടികൾ സ്വാഭാവികമായും അത് എടുത്ത് തുറന്നു കാട്ടില്ലേ? അത് സ്വാഭാവികമല്ലേ? തീർച്ചയായും. അല്ല, ഈ ഒരു 3 പോയിന്റ് ആയിരുന്നു എനിക്ക് എന്റെ ഒരു പറയാൻ സമയം കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. കൃഷ്ണകുമാർ. ശ്രീ അനിയൻകുട്ടനാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ അനിയൻകുട്ടൻ, താങ്കൾ എങ്ങനെയാണ് ഈ അറസ്റ്റിനെയും 9-ാം ദിവസത്തെ ജാമ്യത്തെയും അതിനുശേഷം ഓരോരുത്തരുടെ അവകാശവാദത്തെയും ഒക്കെ കാണുന്നത്? നമസ്കാരം. ഞാൻ ഇപ്പൊ അതേ പറ്റിയല്ലേ ഞാൻ പറയാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കോൺഗ്രസ്, അത് 2022 ആയിരുന്നല്ലോ അവിടുത്തെ ഇലക്ഷൻ അല്ലേ? 22 23 എവിടെ? കേരളത്തിലെ തെരഞ്ഞെടുപ്പ്? ഛത്തീസ്ഗഡില് ഇപ്പോഴാ കഴിഞ്ഞ വർഷമാണ് നടന്നത്. ഒരു വർഷം കഴിഞ്ഞല്ലേ? 24 അതിനു മുമ്പേ കോൺഗ്രസ് അവിടെ ഭരിച്ചോണ്ട് 24 മുമ്പേ അവിടെ കോൺഗ്രസ് ഭരിച്ചോണ്ട് 24-ലാണോ 23-ലാ? 23-ലാണ് അവിടെ ഇലക്ഷൻ. 23-ലാണ് തോന്നുന്നു. അതെ. ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും എല്ലാം കൂടി ഒരുമിച്ച് തെരഞ്ഞെടുപ്പാണ്. അന്ന് കോൺഗ്രസ് അവിടെ കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ രാജസ്ഥാനിൽ നിന്ന് നമ്മുടെ ചാനലുകളിലൊക്കെ ഓരോന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അവിടെ പാഷന്മാരെ എല്ലാം കൂടെ കാറ്റ് പോലും കയറാത്ത രീതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടേക്കുന്നത്. എത്ര എണ്ണം തന്നെ 1000 പേരെ എടുത്തിട്ട് അവിടെ കുരുക്കിയിട്ടേക്കുന്നത്. അതുപോലെയാണ് ഛത്തീസ്ഗഡിലും. ഈ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് അവിടെ പരിശോധിച്ചപ്പം അവിടെ എൻ്റെ ഒരു സുഹൃത്ത് അവിടെ ഉണ്ട്. ഞാൻ ഇപ്പം 2 മാസമായിട്ട് അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്. കോൺഗ്രസ് പരിശോധന ഇതുപോലെ അവർക്ക് അവിടെ ഇറങ്ങി നടക്കാൻ വയ്യാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പം ആ സാഹചര്യം ഇവർക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യമുണ്ട്. ഈ കേസ് എല്ലാവർക്കും വരും. അച്ഛന്മാർക്ക് വരും, പിന്നെ പോറ്റിമാർക്ക് വരും, ഇങ്ങനെ എല്ലാം സ്വാഭാവികമാണ് കേസ് വരുന്നത്. ഇവരിന് മുമ്പായിട്ട് അവിടെ ഒരു കേസ് ഉണ്ടാകാതെ കൊണ്ട് ഇവർക്ക് മതസ്വാതന്ത്ര്യമായിട്ട് അവിടെ ഇറങ്ങി നടക്കാൻ, അവരുടെ ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തത്. അത് മനസ്സിലാക്കാതെ കണ്ട് കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ ഈ ക്രൈസ്തവരെല്ലാം കൊണ്ട് വോട്ട് ചെയ്ത ഇവിടുത്തെ മെത്രാന്മാരാണ്. ആ പാവം പിടിച്ച കന്യാസ്ത്രീകളെ കൊണ്ടും വിശ്വാസികളെ കൊണ്ടെല്ലാം വോട്ട് ചെയ്യിച്ച് BJP അധികാരത്തിൽ കൊണ്ടുവന്നിട്ട് മതേതരത്തിന്റെ മുഖത്ത് കാർക്കിച്ച് തൂക്കുന്ന പരിപാടിയല്ലേ ഇവിടുത്തെ മെത്രാന്മാർ കാണിച്ചത്. ഇപ്പൊ അതിന്റെ അതിലെ കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കേരളത്തിൽ നിന്ന് തന്നെ എല്ലാവരും ചെന്ന് അവിടെ ചെന്ന് പ്രദക്ഷിണം നടത്തി വലിയ ശക്തമായിട്ടുള്ള എല്ലാ MPമാരും MLAമാരും. വിജയനാണ് കൊല്ലത്തൊന്നും. ശ്രീ വിജയൻ, താങ്കൾ എങ്ങനെയാണ് ഇതിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടിനെയൊക്കെ കാണുന്നത്? നമസ്കാരം. ഇത് പിന്നെ ഛത്തീസ്ഗഡില് കോൺഗ്രസിന്റെ ഭരണകാലത്തല്ലേ സാറ് ഒരു 5 പിതാക്കന്മാരെ 11 മാസത്തോളം പിടിച്ചകത്തിട്ടുള്ളത്. ഇവിടെ എങ്ങും ഞാൻ ആരെയും കണ്ടില്ല. അത് കഴിഞ്ഞ് തൃശ്ശൂര് റെയിൽവേ സ്റ്റേഷനിൽ 2 കന്യാസ്ത്രീമാരെയും 3 കന്യാസ്ത്രീമാരെയും
ഇതേപോലെ മനുഷ്യക്കടത്തോ പിന്നെ മതം മാറ്റലോ ഒരു മനുഷ്യനും ഇവിടെ അനങ്ങിയിട്ടില്ല സാറേ. ഒരു മാധ്യമങ്ങളും അനങ്ങിയിട്ടില്ല സാറേ. എന്തോ അനങ്ങി. ഈ മാധ്യമങ്ങളും ആരും ഇത് ചെയ്യാതെ താങ്കൾ എങ്ങനെയാണ് ഈ കാര്യം അറിഞ്ഞത് ശ്രീ വിജയൻ? എത്ര ദിവസം കൊണ്ട് ഇത് ചർച്ച ചെയ്തു സാറേ? അതാ ചോദിച്ചത്. പിന്നെ മാധ്യമങ്ങളൊന്നും ഒരു കാര്യം അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇപ്പോൾ താങ്കൾ ഇതെങ്ങനെ അറിഞ്ഞു? താങ്കൾ അവിടെ പോയി അന്വേഷിച്ചറിഞ്ഞൊന്നും അല്ലല്ലേ? ഏതെങ്കിലും മാധ്യമത്തിൽ കണ്ടറിഞ്ഞതല്ലേ? ഇത് ഞാൻ അവിടെ പോയി കണ്ടതല്ല, നിങ്ങളുടെ ഈ മാധ്യമത്തിൽ കൂടെ തന്നെ ഇത് അത് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ മാധ്യമങ്ങൾ കൊടുത്തില്ല എന്ന് പറയുന്നത് തെറ്റല്ലേ എന്നാ ചോദിച്ചത്. ഏതാ മാധ്യമങ്ങൾ കൊടുത്തില്ലെന്ന് പറഞ്ഞത്? പഴയ കാര്യങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞത്. ശരി, പറഞ്ഞോളൂ. ഇത്രയും പ്രസക്തി ഇല്ലായിരുന്നു, ഈ പ്രസക്തി ഇല്ലായിരുന്നു. ഇതിനിടയ്ക്ക് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങളുടെ കേന്ദ്രമന്ത്രിയെ കുറിച്ച് ഒരു മഹാനായ ഒരു സഖാവാണെന്ന് തോന്നുന്നു പറഞ്ഞത് വിവരം കെട്ട മന്ത്രി. വിവരം കെട്ട മന്ത്രിമാരുള്ളൊരു സംസ്ഥാനമായത് ഞാൻ പറഞ്ഞല്ല. വിവരം കെട്ട മന്ത്രി എന്ന് ഒരു സ്ത്രീ വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ വീടിനകത്ത് സ്ത്രീകളുള്ള വീടുകളിൽ മന്ത്രിമാരെ കയറ്റരുതെന്ന് വന്ന് വരെ ആ സ്ത്രീ വന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ ഒരു കേസ് പോലും കൊടുത്തില്ല. ഞാനീ പറയുന്നതൊക്കെ സാറിന് മനസ്സിലാവുന്നുണ്ട്. സാറ് പക്ഷപാതം ഉണ്ടോ എന്ന് ഞാൻ എന്തായാലും അതൊന്നും പറയുന്നില്ല. എന്തായാലും സാറേ അഭിപ്രായങ്ങൾ ഇതൊന്നും അല്ല, ഇതിൽ കൂടുതലുണ്ട്. ഓർമ്മക്കുറവുള്ളത് കൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. ശരി ശ്രീ വിജയൻ, താങ്കളുടെ ഓർമ്മയൊക്കെ താങ്കൾ പൂർവാധിക ശക്തിയോടുകൂടി തന്നെ തിരിച്ചു പിടിക്കൂ. ഓർമ്മകളാണ് എപ്പോഴും സമരങ്ങളെ നയിക്കേണ്ടത്. ശ്രീ ബാലേന്ദ്രനാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ ബാലേന്ദ്രൻ, താങ്കൾ എങ്ങനെയാണ് ഈ അസാധാരണമായ ഒരു അറസ്റ്റ്, വലിയ 2 വകുപ്പുകൾ, 9 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ഇപ്പോൾ ജാമ്യം, എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? അനിൽകുമാറാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ അനിൽകുമാർ, താങ്കൾ പറഞ്ഞോളൂ. ഹലോ, നമസ്കാരമുണ്ട്, പറഞ്ഞോ. അതെ, BJP ഇപ്പോൾ ഈ കന്യാസ്ത്രീമാരെ രക്ഷിച്ചു, അത്രയേ ഉള്ളൂ സുഹൃത്തെ. BJP രക്ഷിച്ചു? ആരാണ് പിടിച്ച് അകത്തിട്ടത്? അത് അവിടുത്തെ BJP ആണ്, ഛത്തീസ്ഗഡിലെ BJP ആണ്. ഇവിടുത്തെ BJPക്ക് അതൊരു ബന്ധമില്ല. അവര് മാനുഷിക പര്യടനം നോക്കി തന്നെയാണ് പ്രവർത്തിച്ചത്. അവിടുത്തെ BJP അകത്തിട്ടു, ഇവിടുത്തെ BJP രക്ഷിച്ചു അല്ലേ? പിന്നെ തീർച്ചയായിട്ടും BJP തന്നെയാണ് ഇതിൽ സഹായിച്ചത്. പ്രധാനമന്ത്രിയും കേരളത്തിലെ BJPക്കാരും ചേർന്ന് തന്നെ സമഗ്രമായിട്ട് തന്നെയാണ് ഇത്, സംയുക്തമായിട്ട് തന്നെയാണ് ഇത് വിജയിപ്പിച്ചെടുത്തത്. അതെ. ഹലോ, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അതെ, കേരളത്തിൽ എല്ലാ കാലത്തും കേരളത്തെ രക്ഷിച്ചെടുക്കുന്നത് BJP തന്നെയാണ്. ഈ ബഹവ് ബില്ല് വന്ന് ഇവിടെ ഒരു ഇസ്ലാമികമായ ഒരു പ്രദേശമാക്കി മാറ്റാൻ ശ്രമിച്ച സമയത്ത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് പാർട്ടി എന്നാണ് ചെയ്തത് നമുക്കറിയാമല്ലോ. ബഹവ് ബില്ല് കൊണ്ടുവന്ന് ഒരു ഇസ്ലാമിക പ്രദേശമായിട്ട് കേരളത്തെ മാറ്റാൻ ശ്രമിച്ച സമയത്തെ കേരളത്തെ ഇസ്ലാമിക പ്രദേശമാക്കാൻ ആര് ശ്രമിച്ചു? നിങ്ങൾ ഈ നാട്ടിലല്ലേ സുഹൃത്ത് ജീവിക്കുന്നത്? ഞാൻ ഈ നാട്ടിലാണ് ജീവിക്കുന്നത്, താങ്കൾ ഈ നാട്ടിലല്ലേ ജീവിക്കുന്നത്. കേരളത്തെ ഇസ്ലാമിക പ്രദേശമാക്കാൻ കേരളത്തിൽ ആരെങ്കിലും ഏതെങ്കിലും സർക്കാരുകൾ ശ്രമിച്ചതായി എന്റെ അറിവിലില്ല. സംഭവിച്ചത് നമുക്കറിയാം. ആരാണ് അത് രക്ഷിച്ചെടുത്തത്? രക്ഷിച്ചെടുക്കാൻ എന്തിനു വേണ്ടി രക്ഷിക്കണം? കേരളത്തിന് അങ്ങനെ ആരും രക്ഷിക്കേണ്ട അത്ര ഗതികേടൊന്നുമില്ല. ബില്ലിനെടുത്ത് കളഞ്ഞില്ലേ? ആരാ എടുത്ത് കളഞ്ഞത്? ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം നമ്മൾ കൃത്യമായി തന്നെ കേട്ടല്ലോ. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് യൂട്യൂബിലെ ചില കമന്റുകൾ കൂടി വായിക്കണം. മതം സമാധാനപരമായി പ്രചരിപ്പിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. മതം ഇരുമ്പുലക്കല്ല, ആർക്ക് വേണമെങ്കിലും ഏത് മതവും സ്വീകരിക്കാം എന്നുള്ള അഭിപ്രായം കൂടി പറയുന്നു. ശ്രീ, പുള്ളിയുടെ പേര് മുഹമ്മദ് ആണ് അത് പറയുന്നത്. മുഹമ്മദ് ഖാൻ ആണ് അത് പറയുന്നത്. ശ്രീകുട്ടി പറയുന്നു, സാർ പേടിപ്പിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു ഗോളാന്തര യാത്ര എങ്ങോട്ട് പോയി. ഞാൻ ആരെയും പേടിപ്പിച്ചിട്ടൊന്നുമില്ല ശ്രീകുട്ടി. അങ്ങനെ ഇത്ര കാര്യമൊന്നും പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരൊക്കെ ഇങ്ങനെ അവരുടെ ഓരോ മാനസിക സന്തോഷത്തിന് വേണ്ടി അവരുടെ മനസ്സിൻ്റെ ഓരോ ഇത് പ്രചരിപ്പിക്കുക, അതിന് കാര്യമില്ല. മാറാട് 8 ഹിന്ദുസ്, അതും കലാപമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഇതെല്ലാം ഒരേ കാര്യങ്ങൾ തന്നെ. അവിടെ പോയി കിടക്കുന്ന രാഷ്ട്രീയക്കാരെ തിരിച്ചു വരാൻ പറയും, ഇല്ലെങ്കിൽ വേറെ ജാമ്യക്കാർ വേണ്ടി വരും എന്ന് ന്യൂ തിങ്കർ പറയുന്നു. എന്തായാലും നമുക്ക് ഫ്രാൻസിസ് ആണ് അങ്കമാലിയിൽ നിന്നും. ശ്രീ ഫ്രാൻസിസ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്? ഇന്നത്തെ ഇത് കണ്ടു കഴിഞ്ഞ ഇപ്പൊ രാജീവ് ചന്ദ്രശേഖര NIA കോടതിയിൽ നിന്നുള്ള ജാമ്യം ഉടനെ പുള്ളി വഴി കൊടുത്ത് മോചിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് ചാനലുകാർ കാണിക്കുന്നത്. പുള്ളിയാണ് ഇപ്പൊ ജാമ്യത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇന്നലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ. അല്ല, ചാനലുകൾ അങ്ങനെ കാണിച്ചു പറഞ്ഞാൽ ഏതെങ്കിലും ചാനൽ അങ്ങനെ എഴുതി കാണിച്ചു? ഇല്ലല്ലോ. ഇല്ല, എഴുതി കാണിച്ചില്ല. അത് എല്ലാം കാണുമ്പോ പുള്ളിയാണ് അവിടെ ചാനലിന്റെ ക്യാമറ പിടിക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ആളുടെ ചിത്രം സ്വാഭാവികമായി വരില്ലേ? അതെ. ഇപ്പൊ ഇന്നലെ തന്നെ
ആൻഡ്രൂസ് താഴത്തും രാജീവ് ചന്ദ്രശേഖരൻ കൂടി ഒരു ചർച്ചയൊക്കെ നടത്തി. അപ്പൊ ഇതിനകത്തൊക്കെ എന്തൊക്കെ ഒരു കള്ളക്കളി നടന്നു എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ എനിക്ക് കേരളത്തിലെയും ഇന്ത്യയിലെയും ഈ കത്തോലിക്ക മെത്രാന്മാരോട് പറയാനുള്ളത്, അടുത്ത ക്രിസ്മസും ഏതാണ്ട് 3-5 മാസം കഴിയുമ്പോഴേക്കും വരും. അപ്പൊ കേക്കും വൈനും കുടിക്കാൻ റെഡി ആയിട്ടിരിക്കാൻ മാത്രമേ ശ്രീ ഫ്രാൻസിന്റെ അഭിപ്രായം വളരെ എനിക്ക് തോന്നുന്നു ഷാർപ്പായ ഒരു അഭിപ്രായം കൂടിയാണ്. ഇനി അടുത്ത ക്രിസ്മസ് വരുമ്പോൾ അവർ കേക്കുമായും വൈനുമായും വരും, അതിന് തയ്യാറായി തന്നെ ഇരിക്കണം എന്നുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ രാഷ്ട്രീയമായും പൂർണ്ണമായും കലർന്ന വിഷയം ആയതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അങ്ങനെ വ്യത്യസ്ത രാഷ്ട്രീയ ആശയങ്ങൾ വിശ്വസിക്കുന്ന ആളുകളുടെ ആ തരത്തിലേക്കുള്ള പ്രതികരണങ്ങളും സ്വാഭാവിക പ്രതികരണങ്ങളും ഒക്കെയാണ് ഉണ്ടായത്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.